പേര് സഹ്റാവാനിന. സഹ്റാവാനി എന്ന് പറഞ്ഞ അർത്ഥം പ്രകാശം നിർബന്ധമായും കിട്ടുന്ന രണ്ടായത്ത്. ഈ രണ്ടായത്തെ ഒരു ദിവസം ഒരാൾ ഒരു തവണയെങ്കിലും ഓതിയിട്ടുണ്ടെങ്കിൽ അവന് മാഷറിൽ ഉറപ്പായിട്ട് എന്തുണ്ടാവും? പ്രകാശം ലഭിക്കും. മാഷറിൽ പ്രകാശം ലഭിച്ചാൽ, മാഷറിലെ പ്രകാശമാണോ ഈ പറഞ്ഞത്? മാഷറിൽ ഒരാൾക്ക് പ്രകാശം ലഭിച്ചാൽ അവന് എന്തുണ്ടാവും? നരകപ്രവേശം ഇല്ലാതെ തന്നെ സ്വർഗം ഉണ്ടാവും. ചില ആളുകൾക്ക് നരകപ്രവേശത്തിന് ശേഷം സ്വർഗം ഉണ്ടാവും. അല്ലാഹു അവസ്ഥയെ തൊട്ട് നമ്മൾ കാക്കട്ടെ. പഠിച്ചവനെ, നരകത്തിൽ പ്രവേശിക്കാൻ നമുക്ക് കഴിയൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. റബ്ബേ ഗഫൂർ റഹീമേ, ഗഫൂർ റഹീമേ, ഗഫൂർ റഹീമേ, ഗഫൂർ റഹീമേ, ഗഫൂർ റഹീമേ. മുത്തഖീങ്ങളായ സാലിഹീങ്ങൾ ബദറിൽ അടരാടിയ ഒരു നേരത്താണ് ഞങ്ങൾ ഈ ദുആ ഇറക്കുന്നത്. പഠിച്ചവനെ അല്ലാഹു ഗഫൂർ റഹീമേ, ഖിയാമത്ത് നാൾ വരെ ഈ നേരത്തിന് ഫളലുണ്ടാവുമല്ലോ. പഠിച്ചവനെ നിങ്ങൾക്ക് മാപ്പാക്കി തരണം. പഠിച്ചവനെ തെറ്റ് ചെയ്തവരാണ് റബ്ബേ, പൂർത്തരണം. പഠിച്ചവനെ പൂർത്തരണം. പഠിച്ചവനെ പൂർത്തരണം. പഠിച്ചവനെ ഫുറഹീമേ, ഞങ്ങൾക്ക് നരകത്തെ തൊടാൻ കഴിയില്ല റബ്ബേ. ഞങ്ങൾ നരകല്ലാതെ തന്നെ സ്വർഗ്ഗം തരണം. പഠിച്ചവനെ കബൂലാക്കണം റബ്ബേ. ആമീൻ റഹ്മതിക യാ റഹ്മാൻ റഹീം. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കാം, സ്ഥാനിക്കാം. പ്രകാശം നിർബന്ധമായും ലഭിക്കുന്ന രണ്ടായത്തുകൾ അതെല്ലാവരും ഓടിയിരിക്കണം. മുസ്തഫാ നബി പറഞ്ഞു. ഖാലു, സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, പ്രകാശം തരുന്ന രണ്ടായത്ത് ഏതാണ് നബിയെ? അപ്പോൾ പറഞ്ഞു, അല്ലായത്താനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഖാല റസൂലുള്ളാഹി. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഹദ്ദാദിലുള്ള മറ്റൊരു കാര്യം. എന്തൊക്കെ ഹദ്ദാദിലുണ്ടായത്? ഒന്ന് ഫാത്തിഹ, ഒന്ന് അൽ ബഖറ ആദ്യത്തെ 5 ആയത്ത്, പിന്നെ നടുവിലെ ഒരായത്ത്. ഏത്? ആയത്തുൽ കുർസി. അത് ഏറ്റവും വലിയ ആയത്താണ് ഖുർആനിലെ, ഏറ്റവും കൂലിയുള്ള ആയത്ത് അതാണ്. പിന്നെ സഹ്റാവാനി അവസാനത്തെ 2 ആയത്ത്. എമ്പാടും ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ലെങ്കിൽ ആരത് ഓടുക? അതും മള്ളു പറയാ. ഇങ്ങനെ ഒരു ഹദ്ദാദില്ലെങ്കിൽ ആർക്ക ഓടുക? ആരാ നേരമുള്ളത്? ഇന്നലെ ഈ 2 ആയത്ത് ഓടിയവര് കൈവൊക്കി എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ കൈവക്കും. എന്തുകൊണ്ട് കൈവക്കും? ഹദ്ദാദ് പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? അത് അൽഹംദുലില്ലാ, നല്ല കാര്യം. ഹദ്ദാദിൽ പങ്കെടുക്കും. ഇപ്പോൾ കൈവക്കാൻ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കൈവക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? റമദാനിൽ എല്ലാ പള്ളികളിലും ഹദ്ദാദ് ഉണ്ടാവും. എന്നാ റമദാൻ കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ക്ലാസ്സിൽ വരുന്നവർ കുറെ ആളുകൾ അത് ക്ലാസ് കൊണ്ട് അവർക്ക് കിട്ടിയതാണ്. ക്ലാസ്സിൽ വരുന്നവർ ഒക്കെ നമ്മളെ ഷർത്തുൽ അവലിൽപ്പെട്ടതാണ്. ക്ലാസ്സിൽ വരുന്നവർക്ക് ഉള്ളുണ്ടാവണം, രാത്രിയായ ഹദ്ദാദ് ചെല്ലണം, വാഖിഅ ഓതണം, തബാറക് ഓതലൊക്കെ അതിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. അല്ലാത്തൊരു എത്ര ആളുണ്ടാവും? എന്താ അതൊക്കെ? പിന്നെ എങ്ങനെ അത് ഓടുക? എല്ലാ ഇശാന്റെ ശേഷവും പള്ളിയൊന്നും കൂടിയിരിക്കുക. ഇശാന്റെ ശേഷം നേരല്ലെങ്കിൽ ഇശാന്റെ മുമ്പായിരിക്കും. ഇശാന്റെ ശേഷമാണ് അഫ്ളല്. ഇശാന്റെ മുമ്പായിരിക്കും. റമദാനിൽ ഇശാന്റെ മുമ്പാണ്. കാരണം റമദാനിൽ ഇശാക്ക് ശേഷം പിന്നെ തറാവീഹ് ഉള്ളതുകൊണ്ട് ഇതിന് മുമ്പ് ഇങ്ങോട്ടാക്കും. അതാണ് അതിന്റെ രീതി. മക്കയിലും മദീനയിലും വരെ ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടത്തിൽ നടപ്പിലാക്കി. പിന്നെ സാലിഹ്യങ്ങളെ കാലത്തൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോഴാകട്ടെ അവിടെ വിദേഹത്തിന്റെ ഒരു തരം ഒരു കൂട്ടിക്കലക്കൽ. അവരെന്താ ചെയ്യേണ്ടത് അവർക്ക് തന്നെ അറിയാത്തൊരവസ്ഥയാണത്. മുഅ്മിനീങ്ങളുടെ നാടുകളിലൊക്കെ യമനിൽ ഇപ്പോഴും ഇതൊക്കെ വൃത്തിയായി കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. സാലിഹീങ്ങളുടെ നാടുകളിലെല്ലാം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയും പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി ഒക്കെ എത്ര കാലായി അതൊക്കെ നടക്കുന്നു. പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി എന്നത് ഇൽമിന്റെ 500 കൊല്ലത്തിനിടയിൽ മലബാറിൽ ഇൽമിന്റെ കേന്ദ്രമാണ് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി. ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഈ ബിരുദത്തിന്റെ കോളേജൊക്കെ ഉണ്ടായത്. അതുവരെ ഏറ്റവും പ്രധാനം അവിടെ ഒന്ന് പോയി വരിക എന്നുള്ളതായിരുന്നു. പൊന്നാനി പോയി പഠിച്ചു വന്നാൽ ആ മനുഷ്യൻ നന്നായി, പൊന്നാനി പോയി തൊപ്പിട്ട് വരാൻ അങ്ങനെ ഒരു കണക്ക് തന്നെ ഉണ്ടായിരുന്നു. പലരും പൊന്നാനി പോയി വന്നാലും നന്നായി. ഇങ്ങനെയാണ്. ഇൽമിന്റെ മക്കയാണ്, മലബാറിന്റെ മക്ക എന്നറിയപ്പെടുന്ന നാടാണ് പൊന്നാനി. അവിടെ അന്നും ഇന്നും അതൊക്കെ നടന്നുകൊണ്ടിരിക്കും. സാലിഹീങ്ങളുടെ നാടുകളിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 2 ആയത്ത് ഓടുന്ന ആളുകൾക്ക് പ്രകാശമുണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി എന്ന്. ഇനി അടുത്ത ദിക്ർ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ഈ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇമാം നസായി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാള് മാത്രമല്ല ഒരു സദസ്സിലിരുന്നാൽ ആ സദസ്സ് എണീക്കുന്നതിന് ഒരു വട്ടം ചെല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു
വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നിസ്കാരശേഷമുള്ള ദിക്ർ വരെ ഇതുകൊണ്ടാ പൂർത്തീകരിക്കുക. 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു അതാണ് അല്ലേ, അതാണ്. പിന്നെ ആമന റസൂൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിക്ർ ഹദ്ദാദിൽ, അതാണ് വലിയ ഫളലുള്ള ദിക്റാണ്. ആ ദിക്ർ ചെല്ലുന്നവരെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദോഷങ്ങൾ മുഴുവനും ആ ദിക്ർ ചെല്ലുന്ന ആൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഊഫിറത്ത് ദുനൂബു ഔ ഊഫിറത്ത് ഖതായ വഇൻ കാനത് അക്സറ മിൻ സബ്ദിൽ ബഹരി. കൃത്യമായി ചെല്ലുന്ന ആളുകൾ സമുദ്രത്തിലെ നൊരയേക്കാൾ ദോഷമുണ്ടെങ്കിൽ പോലും അല്ലാഹു അത് പുറത്തു കൊടുക്കും. ഖാല റസൂലുള്ളാഹി. പുറത്തു കൊടുക്കുന്നവൻ അള്ളയല്ലേ, തെറ്റ് ചെയ്യൂലേ. തെറ്റിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ ഇഖ്ലാസിൽ ചെല്ലുന്നവർക്ക് പിന്നെ തെറ്റിനെ തൊട്ട് ഒരു ഹിഫ്ളുണ്ടാവും, അതുണ്ടാവും. ഇങ്ങനെ ഏത് തെറ്റുണ്ടെങ്കിലും സമുദ്രത്തിന് നൊരയേക്കാൾ തെറ്റുണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആളുകൾ പിന്നെ തെറ്റ് ചെയ്യാൻ മെനക്കെടില്ല. എന്താ ആത്മാർത്ഥമായി ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ഒരു ഹിഫ്ള് കൊടുക്കും. എന്തിനെ തൊട്ട്? തെറ്റിനെ തൊട്ട് പിന്നെ തെറ്റ് അവർക്ക് ചെയ്യേണ്ടി വരില്ല, അതിന് കഴിയില്ല, അവർക്ക് തെറ്റ് ചെയ്യേണ്ടി ആവശ്യം വരില്ല. അള്ളാഹു തലക്ക് പ്രത്യേകമായ ഹിഫ്ള് കൊടുക്കും. അള്ളാഹുവിനെ ആഫിയായ ഇതിനെ തരട്ടെ. എന്താ മുത്തഫഖനായ ഒരു ഹദീസ് നേരത്തെ ഞാൻ പറയാൻ വിട്ടതാ. മൻ ഖറഅ മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈല. ഒരു രാത്രി അൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്ത് ഓതിയാൽ കഫത, ആ ദിവസത്തെ വിഷയത്തിന് അത് മതിയാവും. മനസ്സിലായില്ല? ചില വിഷയങ്ങൾക്കുണ്ടല്ലോ പരിഹരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്താൽ അത് മതിയാവും, അത് മതിയാവും. അങ്ങനെയാണ് ആ ചെയ്ത കാര്യങ്ങൾ ചെയ്താൽ അത് മതിയാവും. ചില സാധനങ്ങൾ പഴയ കാലത്തൊക്കെ ഉണ്ടായി. പിന്നെ എന്താ പറയാ, കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ കുത്ത് വേണ്ടത്ര ചെന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഒരു കെമിക്കൽ ചേർക്കാണ്ട്. ഈ കോൺക്രീറ്റിൽ എന്ത് ചെയ്യും, ഒരു കെമിക്കലായ എന്തോ ഒരു പൊടിയോ ഒരു സാധനം ചേർക്കാനുണ്ട്. അത് വല്ലാതെ സെറ്റാക്കും എന്നതുപോലെ അത് മതിയാവും. എന്നതുപോലെ ഒരു രാത്രി എന്തൊക്കെ സംഗതികൾ പലതും ഔറാദുകൾ കമ്മിയുണ്ടെങ്കിലും ഒരു 2 എന്ത് വന്നാൽ മതി. ആമന റസൂലിലെ 2 ആയത്ത് ഓതിയാൽ തന്നെ കഫത്താഹു, അത് അവന് മതിയാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതാണ് അത് ഇത് രണ്ടാമത്തെ ദിക്റാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അടുത്ത ദിക്റേതാ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് ഹുവല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ്. അത് പോരെ. ആ ദിക്റേതാ? അർബഉ കലിമാത്തിൻ അഫ്ളലു ബഅദൽ ഖുർആനി ഖാല റസൂലുള്ളാഹി. എന്തടോ ഹദ്ദാദിൽ അള്ളാന്റെ ഹബീബും അള്ളാന്റെ കലാം അള്ളാന്റെ ഹബീബിന്റെ ഹദീസും അല്ലാതെ എന്താ ഹദ്ദാദിലുള്ളത്? ദുആ പിന്നെ എന്റെ പേര് ദുആ ചെയ്തോ, ചില മശായിഖന്മാരുടെ പേര് ദുആ ഉണ്ട്, എന്റെ പേര് ദുആ ചെയ്തു. ആ ദിക്ർ ചെയ്തിട്ട് എന്റെ പേര് ദുആ ചെയ്തു. മശായിഖന്മാരുടെ ദുആ പേരിൽ എന്തിനാ ദുആ ചെയ്തത്? അവർ നമ്മൾ സാബിഖീന ആയ ആളുകളാണ്. റബ്ബനാ ഗഫിർ ലനാ വലിഖ്വാനി അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഈമാനുള്ളവരൊക്കെ ദുആ ചെയ്യും. ഞാൻ ഇവിടെ ഇന്നെത്രാമത്തെ പരിപാടിയാ? 9ാമത്തെ പരിപാടിയാണെങ്കിൽ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി റളിയല്ലാഹുവിന്റെ പേരിൽ ഒരു ഫാത്തിഹയാണ് ഇങ്ങോട്ട് വന്നിട്ടില്ല. അന്ന് വരെ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു ഫാത്തിഹയാണ്, CM വലിയുള്ളാഹിക്ക് ഒരു ഫാത്തിഹയാണ്, ഷെയ്ഖ് ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ ഹിംസ് റളിയല്ലാഹുവിന് ഒരു ഫാത്തിഹയാണ്. ഞാൻ അങ്ങോട്ട് കയറിയൊന്നുമില്ല. എന്തുകൊണ്ട്? ഈ പണി എനിക്ക് മുമ്പ് അള്ളാഹിന്റെ ദീനിയായ പണി ഈ നാട്ടിലെടുത്തവരെ ഞാൻ മറക്കാൻ പാടില്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്. ഇവർക്കൊരു ഫാത്തിഹയാണ്. ഇന്ന് വരെ ഞാൻ അങ്ങോട്ട് കയറിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ മെമ്പർ സയ്യിദ് അലവി റളിയല്ലാഹുവിന്, അഷേഖ് മുഹൈദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹുവിന്, സുൽത്താനുൽ ഹിന്ദ്. ഞാനിപ്പോ 4 ആൾക്ക് പറഞ്ഞു കൊടുത്താൽ പോരാ. തന്റെ വാക്കുകൊണ്ട് 90 ലക്ഷം ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന മനുഷ്യനെ ഞാൻ മറക്കാൻ പാടില്ല. ആരാണത്? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീർ റളിയല്ലാഹു അൻഹു. 90 ലക്ഷം ആളുകൾ ആ മനുഷ്യന്റെ വായിൽ കേട്ടത് മുസ്ലിമാര്. 90 ലക്ഷം. ഇന്ന് വരെ ഇന്ന് 9ാമത്തെ ദിവസമാണല്ലോ. ഈ 9ാമത്തെ അല്ലേ? 9അല്ലേ? ഇന്ന് 9ാമത്തെ ദിവസം. ഈ 9ാമത്തെ ദിവസം വരെ, ഇന്ന് വരെ, ഈ 9ാമത്തെ ദിവസം വരെ, ഇന്നലെ ദുബായിൽ തിരക്കിട്ട് വന്നിട്ട് പോലും ഈ 9ാമത്തെ ദിവസം വരെ ഈ മഹാന്മാർക്ക് ഒരു ഫാത്തിഹ ഓതാതെ ഞാൻ അങ്ങനെ കയറിയിട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ വലിയതാകല്ലേ വേണ്ട. ഇവിടെ മുൻഗാമികളാ സാലിഹ്യങ്ങളുണ്ട്. അതിന്റെ ബാക്കി നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ആ ഒരു ഗുരുത്തം നമുക്കുണ്ടായാൽ അതിന് ഗുരുത്തം എന്ന് പറയാം. ആ ഗുരുത്തം ഉണ്ടെങ്കിൽ അള്ളാന്റെ ഗുരുത്തം ഉണ്ടാവും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഗുരുത്തമുള്ള ഒരു ഗുരുത്തം ഉണ്ടാവും. സാലിഹ്യങ്ങളായ മുൻഗാമികളെ ഗുരുത്തവരാക്കുണ്ടോ? അതും അള്ളാന്റെ തൗഫീഖാണ്. ഉള്ളവർക്ക് അള്ളാന്റെ ഗുരുത്തം ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ മശായിഖന്മാർക്കുള്ള ദുആ ഹദ്ദാദിലുള്ളത് അവസാനം. അത് നിനക്ക് ഗുരുത്തുണ്ടോ? അത് നീ ചെല്ലും.
ബഹുമാനപ്പെട്ട ഹബീബ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ ബാപ്പയുടെ ആ വഴിയിൽ വന്ന ഒരാളാണ് ആര്? ഷെയ്ഖ് അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഷെയ്ഖാണ് ഫഖീഹുൽ മുഖദ്ദം. ഞാൻ അന്ന് പറഞ്ഞിരുന്നു അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഷെയ്ഖാണ് ആര്? ഫഖീഹുൽ മുഖദ്ദം. അവരൊക്കെ ആരായി? ഇവരൊക്കെ ആ മഹാന്മാർക്കാണ് നമ്മൾ ഈ ഫാത്തിഹ ഓതുന്നത്. നീ നിനക്കുണ്ട്, പിന്നെ സാലിഹ്യങ്ങളായ എല്ലാവർക്കും ഉണ്ട്, നിന്റെ നാട്ടുകാർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഞാൻ നിനക്ക് മാത്രമാണോ നീ ആക്കുന്നത്? ആക്കിക്കോ, അപ്പൊ നിനക്ക് കുറ്റം നഷ്ടപ്പെടും. ഇതിന്റെ പേരിൽ ഇത് തള്ളിക്കളയാൻ നിർവാഹമല്ല. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ഇത് ഖിറാസുൽ ജന്ന, സ്വർഗത്തിലെ ഇത് മരമാണ് എന്ന ഖാല റസൂലുള്ളാഹി. രണ്ട് സാധനമാണ് സ്വർഗത്തിലെ മരം. ഒന്ന് ലാ ഇലാഹ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പിന്നെ സ്വർഗത്തിൽ വേറൊരു മരം കൂടി ഉണ്ട്. ഏത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. രണ്ട് ദിക്ർ സ്വർഗത്തിൽ മരമാവും. നമ്മൾ ഇവിടെ ഒരു വട്ടം ചെല്ലിയാൽ സ്വർഗത്തിൽ അവിടെ ഒരു മരം നമുക്ക് വേണ്ടി ഉണ്ടാവും. നമ്മളെ തോട്ടത്തിൽ ഒരു മരം കൂടി ഉണ്ടാക്കും. അത് 10,000 വട്ടം ചെല്ലിയവർക്ക് 10,000 മരങ്ങളുള്ള തോട്ടം ഉണ്ടാവും. അത് 10 കോടി തവണ ചെല്ലിയാൽ അവർക്ക് 10 കോടി മരങ്ങളുള്ള തോട്ടം ഉണ്ടാവും. അല്ലാഹു മനസ്സിലാവേണ്ട പറഞ്ഞത് ഖിറാസുൽ ജന്ന സ്വർഗത്തിലെ വൃക്ഷമാണ്. ഏത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന്. അതാണ് പറഞ്ഞത് താല്പര്യം. അതാണ് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി റബ്ബനാ ഇഗ്ഫിർ ലനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഏതാ ദിക്ർ? كلمتان خفيفتان على اللسان ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم أي الكلام أحب إلى الله صحيح مسلم الحديث. ഏത് കലാമാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം എന്ന് ഒരിക്കൽ അബൂദർ ഗിഫാരി മുസ്തഫ നബിയോട് ചോദിച്ചു. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്, എന്റെ വകയല്ല. ഏത് കലാമാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം പുണ്യ നബിയേ? ഫഖാല, അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇസ്തഫല്ലാഹു സുബ്ഹാനഹു വ തആല ലിമലായികതിഹി. അള്ളാഹു മലക്കുകൾക്ക് തെരഞ്ഞെടുത്തു കൊടുത്ത 2 വാക്കുകളുണ്ട്. അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. അതേതാണ് നബി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇത് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയതാ, റഹ്മത്തുള്ളാഹിയുടെ വകയല്ല ഈ ദിക്ർ. ഇത് അള്ളാഹു മലക്കുകൾക്ക് തെരഞ്ഞെടുത്ത് കൊടുത്ത 2 വാക്കുകളാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇതൊരാൾ ചെല്ലുന്നതിനനുസരിച്ച് 1000 ഹസനത്ത് എഴുതുകയും 1000 ദോഷം നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസുണ്ട്. അയഅ്ജുസു അഹദുക്കും അൻ യക്സിബ കുല്ല യൗമിൻ അൽഫ ഹസന. 1000 ഹസനത്ത് എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ആർക്കെങ്കിലും കഴിയോന്ന് ചോദിച്ചു. അപ്പോൾ യാ റസൂലല്ലാഹ് 1000 നന്മയ്ക്ക് എങ്ങനെ ഒരു ദിവസം ചെയ്യാം? അപ്പോൾ പറഞ്ഞു യുസബ്ബിഹുല്ലാഹ മിഅത തസ്ബീഹ വയക്തുബുല്ലാഹു അൽഫ ഹസന വയഹത്തു അൻഹു അൽഫ സയ്യാ. അതൊരു മനുഷ്യൻ ആവർത്തിക്കുന്നതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പുണ്യങ്ങൾ നൽകും. 1000കണക്കായ നന്മകൾ അവന്റെ മേലിൽ എഴുതി വെക്കും. ഒരു 100 തവണയെങ്കിലും ഇത് ദിവസം ചെയ്യാൻ കഴിഞ്ഞാൽ അത് വളരെ പുണ്യപ്പെട്ട ഒരു കാര്യമാണ്, വളരെ പുണ്യപ്പെട്ട കാര്യമാണ്. അതിലേക്കുള്ള ഒരു 3 തവണ ഒരു അടിസ്ഥാനമാണ്. ഏത് കാര്യത്തിന് 3 തവണ അതിന്റെ അടിസ്ഥാനമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. മാത്രമല്ല കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് വളരെ എളുപ്പമാണ്. സഖീലത്താനി ഫിൽ മീസാൻ, തുലാസിന് അത് ഭയങ്കര കനം ഉണ്ടാക്കും, വല്ലാതെ കനം കൂട്ടും. ഹബീബത്താനി ഇലർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിനെ അത് വളരെ ഇഷ്ടവുമാണ്. 2 വാക്ക്. ഏതാണ് 2 വാക്ക്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഏതാ അടുത്ത ദിക്ർ? നേരല്ല, അടുത്ത ദിക്ർ റബ്ബനാ ഇഗ്ഫിർ ലനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഒരു സദസ്സിലിരുന്നാൽ സമയമുള്ള ഒരു സന്ദർഭമാണെങ്കിൽ ഇത് 100 തവണ ചെല്ലാതെ ഒരാളോട് മിണ്ടാൻ പാടില്ല എന്ന് റസൂലുള്ള കൽപ്പിക്കുമായിരുന്നു. ഈ ദിക്ർ നസായി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നസായി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, മുസ്തഫ റസൂലുള്ളാഹി
റബ്ബനാ ഉഗ്ഫിർലി റബ്ബനാ ഉഗ്ഫിർ ലനാ വതുബ് അലൈനാ ഇന്നക ഇദാ കാനത് കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസി. ഇത് അമലുൽ യൗമി വൽ ലൈലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹിനോടുകൂടെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് എങ്കിൽ റസൂലുള്ളാഹി ഞങ്ങളോട് കൽപ്പിക്കും എന്ത്? റബ്ബനാ ഉഗ്ഫിർ ലനാ മിഅത മറ ഖബ്ല അൻ യതകല്ലമാൻ. ഒരാൾ വർത്താനം പറയുമ്പോൾ 100 വട്ടം ഇത് ചെല്ലിന്ന് പറയും. 100 വട്ടം ഇത് ചെല്ലിയിട്ട് ഞങ്ങളോട് വർത്താനം പറയുന്ന പോയിക്കോളൂ. ഒരു സദസ്സിൽ ഞങ്ങൾ ഇരിക്കുകയാണ് എങ്കിൽ, ഒരു സദസ്സിൽ ഒരു ഒഴിവുള്ള സമയത്ത് ഞങ്ങൾ നബിയോട് കൂടെ ഇരിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി ഞങ്ങളെ കൊണ്ട് ചെല്ലിപ്പിക്കും എത്ര? 100 തവണയെങ്കിലും. ഏത്? റബ്ബനാ ഉഗ്ഫിർ ലനാ വതുബ് അലൈനാ. ഇത് അമലുൽ യൗമി വൽ ലൈല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ വകയല്ല. റബ്ബനാ ഉഗ്ഫിർ ലനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. യഥാർത്ഥ ദിക്ർ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. എന്താണ് ഇതിന്റെ ഫള്? അത് അസ്സലാത്തു അലാ റസൂലില്ലാഹ്. മൻ സ്വല്ല അലൈഹി സ്വലാത്ത സല്ലല്ലാഹു അലൈഹി അശറ ഖാല റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 100 സ്വലാത്ത്, 10 അനുഗ്രഹം അവന്റെ മേൽ റബ്ബ് ഉടനെ വിധിക്കുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മാത്രമല്ല റസൂലുള്ളാഹിന്റെ മേൽ നിത്യം സ്വലാത്ത് ചെല്ലുന്നവർക്ക് ശഫാഅത്തിന്റെ അധികാരികളാവും. അവർക്ക് ശഫാഅത്ത് ഉണ്ടാവും. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ഉണ്ടാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. വളരെ പ്രധാനപ്പെട്ട ദിക്റാണ്. എത്ര പറഞ്ഞാൽ തീരില്ല. മാത്രമല്ല ഏത് ദുആഇനും ഏത് ദിക്റിനും അത് അടിത്തറയാകുന്നു. എന്തുകൊണ്ട്? അദ്ദുആഉ മൗഖൂഫുൻ ബൈന അസ്സമാഇ വൽ അർളി ഹത്താ തുസല്ലി അലാ നബിക ഖാല റസൂലുള്ളാഹി. ഒരു സ്വലാത്ത് ചെല്ലാതെ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാതെ ഒരു ദുആ റബ്ബിന്റെ മേൽ റബ്ബിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുകയില്ല. ഖാല റസൂലുള്ളാഹി. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. യഥാർത്ഥ ദിക്ർ നീട്ടുന്നില്ല. യഥാർത്ഥ ദിക്ർ സുബ്ഹാനല്ലാഹ്. ഇത് 3 തവണ ചൊല്ലിയിട്ട് കുട്ടികളെ പിടിച്ച് മന്ത്രിക്കും മഗ്‌രിബിന് ശേഷം. ആര്? മഹാനായ സയ്യിദുന ഇബ്രാഹിം. ഇത് മന്ത്രിച്ചിട്ടുണ്ട്. ഇത് ചൊല്ലിയിട്ട് അത് മന്ത്രിക്കാം. ഇത് ഖുർആന് മുമ്പ് ഇറക്കിയ ദിക്റുമാണ്. ഏത്? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഇതോടിയിട്ട് മൂർത്താവിൽ മന്ത്രിച്ചിട്ടുണ്ട്. ആര്? മഹാനായ സയ്യിദുന ഇബ്രാഹിം. ആരെ മൂർത്താവിൽ മന്ത്രിച്ചു? മുൻവേലക്കാല കാലഘട്ടത്തിലും ഇറക്കിയ ദിക്റാണിത്. ഇത് ഏറ്റവും വലിയ ശൈത്താനെ തൊട്ട് രക്ഷയാണ്. ഇത് ചെയ്തവർക്ക് ഇത് 3 തവണ ചെല്ലിയാൽ ആ രാത്രിക്ക് അത് മതിയാകും. ഖാല റസൂലുള്ളാഹി. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് ഖൗല ബിൻത് ഹകീമിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നസല മൻസിലൻ. ഒരാൾ സ്ഥലത്തെത്തിയാലോ ഒരു സ്ഥലത്ത് ഇരുന്നാലോ എന്ത് പറയണം? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് ചൊല്ലിയാൽ ഒരാപത്തും വരികയില്ല. ഖാല റസൂലുള്ളാഹി. ഇത് മൂർത്താവിൽ ഓതിക്കൊടുത്തിരുന്നു. മന്ത്രിച്ചിട്ട് ഓടിയിരുന്നു. താൻ ഓതുന്നതിന് ഓർമ്മ കുട്ടികൾക്ക് ഓടാൻ കഴിയില്ലല്ലോ. അവർക്ക് മന്ത്രിച്ച് ഊതിക്കൊടുത്തിരുന്നു. ആര്? സയ്യിദുന ഇബ്രാഹിം. ഏതൊക്കെയാ കുട്ടികൾ? ഒന്ന് സയ്യിദുന ഇസ്മായിൽ. ഇസ്മായിൽ നബിയുടെ മൂർത്താവിലൂടെ ഇത് ഓതിയിട്ട് മന്ത്രിച്ച്. കുട്ടികൾ നന്നാവണമെന്നൊരു കാര്യമല്ലേ? പണിയെടുക്കണേ. കുട്ടികൾ നന്നാവണമെന്ന് പറഞ്ഞു മുസ്ലിംരോട് മാത്രം പറഞ്ഞിട്ട് കാര്യമല്ല. കുട്ടികൾ നന്നാവണമെങ്കിൽ കുറച്ച് പണി എടുക്കണം. കുട്ടികൾ നന്നാവാൻ പണിയെടുത്തിട്ടുണ്ട് മുസ്തഫ നബി. ഇത് മൂർത്താവിലൂടെ മന്ത്രിച്ചിട്ടുണ്ട്. അദ്കാറിലുണ്ട്. ഇമാം നബവി അദ്കാർ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം റസൂലുള്ള മൂർത്താവിലൂടെ മന്ത്രിച്ചിരുന്നു 2 കുട്ടികൾക്ക്. ഏത് കുട്ടികൾ? ഒന്ന് ഹസൻ, ഒന്ന് ഹുസൈൻ. റസൂലുള്ളാഹിന്റെ കൽബിന്റെ കരളിന്റെ കഷ്ണായിരുന്നു ആ 2 കുട്ടികൾ. ആ 2 കുട്ടികളുടെ മൂർത്താവിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി മന്ത്രിച്ചിരുന്നു. ഇങ്ങനെ പറയും ചെയ്യും: ഉഈദുകുമാ കമാ ഇസ്തഅദ ബിഹിമാ അബി ഇബ്രാഹിം അലാ വലദൈഹിമാ ഇസ്മാഈല വ ഇസ്ഹാഖ. എന്റെ വാപ്പ ഇസ്മായിൽ ഇസ്ഹാഖിന് ഓതി മന്ത്രിച്ചു തരുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും ഇത് ചെയ്തു തരികയാണ് എന്ന്. ഇത് ഹദ്ദാദ് വീട്ടിൽ പെണ്ണുങ്ങൾ ഓടുമ്പോ എന്ത് ചെയ്യണം? അടുത്തിരുത്തിയ കുട്ടികൾക്ക് മൂർത്താവിൽ മന്ത്രിച്ചു കൊടുക്കണം. ഈ ദിക്റും ബിസ്മില്ലാഹില്ലദി, ആ 2 ദിക്റും കുട്ടികളെ മൂർത്താവിൽ മന്ത്രിച്ചു കൊടുക്കണം. അവരും കുഴപ്പമുണ്ടാവില്ല. ഒരു കുഴപ്പം കുട്ടികൾക്ക് ഉണ്ടാവില്ല. ഇതൊക്കെ ഇവിടെ ചെയ്തിരുന്നില്ലേ? ഈ ആശുപത്രിക്ക് ഇപ്പോഴല്ലേ ഉണ്ടായത്? ഇതൊക്കെ നിത്യമായി ചെയ്തിരുന്നു. എല്ലാ വീടുകളിലും ഹദ്ദാദ് ചെല്ലാത്തൊരു വീടുണ്ടായിരുന്നില്ല. എല്ലാ വീടുകളിലും ഹദ്ദാദ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ബർക്കത്ത് ആ വീടുകളിൽ ഉണ്ടായിരുന്നു. കുറഞ്ഞ ഒരു 10, 15, 20 തെങ്ങ്, അതിന്റെ വരുമാനം 1, 2 നെൽപ്പാടം വയല്, എന്താണ് വയല്, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് ചോറ് തിന്നു.
കടല്ലാതെ ജീവിക്കും. അങ്ങനെ എന്തെങ്കിലും മക്കളൊക്കെ കല്യാണം കഴിച്ചിട്ടും 5-6 പെൺകുട്ടികളുണ്ടാവും. അതൊക്കെ നല്ല നിലയ്ക്ക് കല്യാണം കഴിച്ച് നല്ല തറവാട്ടിലേക്ക് അറിഞ്ഞേക്കും. ഈ 10-25 തെങ്ങേ ഇയാൾക്ക് ബാക്കിയുള്ളൂ. അതുകൊണ്ട് അവസാനം പിന്നെ ഇങ്ങനെ പിടിച്ചുണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഹജ്ജിന് പോയി മുസാഫർഖാനെ വഴിയൊക്കെ അങ്ങനെ കപ്പലിലൊക്കെ വന്ന് പോയി മടങ്ങി വരും. നല്ല റാഹത്തിൽ ജീവിക്കും. ഇല്ലേ? ഇതെന്തായിരുന്നു നമ്മളെ നാട്ടിൽ? എന്തേ ആ വീട്ടിൽ ബർക്കത്തുണ്ടായിരുന്നു? ഇന്ന് അതേ നേരത്ത് നമ്മളെ വീട്ടിൽ എന്താ ഉള്ളത്? അതേ നേരത്തെ നമ്മളെ വീട്ടിൽ സിനിമ. എന്നാ ഈ ഹദ്ദാദിനെ എതിർത്തവർ സിനിമയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിയതുമില്ല. ഈ ഹദ്ദാദിനെക്കട ഇതേതര അള്ളാനെ പറ്റി പറയാനുള്ളതോ? ഹമാക്കത്ത് പിടിച്ചവനെ ഇത് അള്ളാനെ പറ്റിയല്ലേ ഈ പറയുന്നതൊക്കെ? പടച്ച തമ്പുരാനെ പറ്റി പറയല്ലേ അള്ളാന്ന് പറയാ, അള്ളാന്റെ ദിക്ർ പറയാ. അയ്യയ്യ കുറച്ച് മനുഷ്യന്മാര് ചെയ്തു കൂട്ടിയ ഒരു നാശം. ബിദ്അത്ത് നാട്ടിൽ അധികരിച്ചപ്പോഴാണ് സത്യത്തിൽ ഈ നന്മയൊക്കെ നാട്ടിൽ നിന്ന് എടുത്തുപോയത്. ഇന്ന് 60 വയസ്സ് 65 വയസ്സായ പെണ്ണുങ്ങൾക്ക് വരെ ഈ റിമോട്ട് കൺട്രോളിന്റെ ഈ കോഴിക്കോട് നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞതാ. ഖത്തറിൽ 17 കൊല്ലം ഞാൻ നിന്നു. വന്നപ്പോൾ ഒരു TV കൊണ്ടെന്ന് വീട്ടിൽ വെച്ചതിന് പേരിൽ കുടുങ്ങി. അതുവരെ എന്റെ ഉമ്മ കഞ്ചില്ലാർസ് ഹലമുസ്സലാത്ത് സലാത്തുൽ ഈമാൻ ഇതൊക്കെ ചെല്ലിയ ഉമ്മ പിന്നെ ഇത് വീട്ടിൽ വെച്ചതിന് ശേഷം മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഇരുന്നിട്ട് പിന്നെ എല്ലാ ദിക്റും ചെല്ലി ഔറാദ് കഴിഞ്ഞ് ഇശ നിസ്കരിച്ച് അതിന്റെ വിത്ർ റവാത്തിബ് നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് 10 മണിയാവും അടുക്കളയിലേക്ക് വരേണ്ട ഉമ്മ. പിന്നെ ഇത് വെക്കുന്നതോടുകൂടെ ഉമ്മ എന്തായി? മഗ്‌രിബ് നിസ്കരിച്ചിട്ട് പിന്നെ ഇശ നിസ്കരിക്കണമെങ്കിൽ 10 മണിയാവും. ഉമ്മ 65-67 വയസ്സായ ഉമ്മ ഇരിക്കുക എന്തിന്റെ മുന്നിൽ? ഒരാൾ എന്നോട് പറയാം 65-67 വയസ്സായ ഉമ്മ ഇരിക്കുക ഈ ടിവിയുടെ മുന്നിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി. പഴയ കാലത്ത് നല്ല ദിക്ർ ചെല്ലുന്ന വയസ്സായ പെണ്ണുങ്ങൾ അത് മടിയായിരുന്നു. ആഴ്ചയിലെ ഈ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഈ ആഴ്ച എന്നോട് മിനിഞ്ഞാന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ വല്യമ്മ മരിച്ചുപോയി, എന്റെ വല്യമ്മ എല്ലാവർക്കും മരിക്കണ്ടടോ എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, അതല്ല ഉസ്താദേ പ്രശ്നം, ആഴ്ചയിൽ 3 ഹത്തോടും വീട്ടിൽ 3 ഹത്തം കൂടും വല്യമ്മ പഠിച്ചോനെ. അങ്ങനെ കുറച്ച് മനുഷ്യന്മാരും കൂടെ നാട്ടിലുണ്ട്. വിളിച്ചുപോയാൽ എന്നോട് വേങ്ങരക്കാരനായ ഒരു ചെറുപ്പക്കാരൻ, നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരൻ ഈ ആഴ്ച പറഞ്ഞിട്ട് കാര്യം എന്റെ വല്യമ്മ മരിച്ചുപോയി ഉസ്താദേ. അപ്പൊ ഞാൻ പറഞ്ഞു വയസ്സായവർക്കൊക്കെ മരിക്കുന്നത് അതിന് സാരമില്ല. അതൊന്നല്ല, എന്റെ ബർക്കത്തിന് മുഴുവൻ കാരണം എന്റെ വല്യമ്മ. അത് വീട്ടിലുണ്ടായാൽ മതിയായിരുന്നു. ഒരാഴ്ചയിൽ 3 ഹത്തോടും എല്ലാ അളമുസ്സലാത്തും എല്ലാ ദിക്റും എല്ലാ ഉറാദും എല്ലാ സ്വലാത്തും എല്ലാം. മരണം വരെ ഒരു യോഗം ഉണ്ടായിട്ടില്ല. മരണം വരെ 90 ചില്ലാനും വയസ്സുണ്ടായിരുന്നു. സന്തോഷം വെച്ചുപോയി. സുബ്ഹാനല്ലാഹ്. എന്റെ കാര്യം എന്താ കാരണം? എന്റെ ഈ മനുഷ്യന്മാർക്ക് 90 ചില്ലാനും വയസ്സും ജീവിച്ചത് ഒരു കുഴപ്പമില്ല. എന്റെ അവർ വേണ്ട ശുദ്ധവായു അള്ളാഹു വേറെ അങ്ങനെ കൊടുക്കുന്നുണ്ട് അവർക്ക്. അതാ ഇന്ന റബ്ബി തുഇമിനി വയസ്കിനി, ഞാനും നിങ്ങൾ ഒരുപോലെ അല്ല, എനിക്ക് റബ്ബ് വേറെ ഭക്ഷണം തരുന്നുണ്ട് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് തന്നെ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഹജ്ജാൽ വീടിൽ മടങ്ങി വരണം. എന്നാ നമ്മളെ കയ്യിൽ കിട്ടിന് ബർക്കത്തുണ്ടാവും. ഇത് 10 റുപ്യ പോക്കറ്റിലിട്ട് വരുമ്പോഴത്തേന് കുട്ടി കണത്തിന് വീഴും. പിന്നെ 10,000 വേറെ ചെലവാക്കണം. നമ്മളെ അവസ്ഥ അതാണ്. നമുക്ക് 1000 ഒരു ദിവസം കിട്ടിയാൽ 10,000 അന്ന് ചെലവാകും. എന്തെങ്കിലും ഒരു ആശുപത്രി പോകുണ്ടാവും. ഒരു ആശുപത്രി പോയാൽ ഒരു എക്സ്റേ രണ്ട് പിന്നെ മറ്റു പരിശോധനകൾ കഴിയുമ്പോൾ സുബ്ഹാനല്ലാഹ് ഉള്ള ലേസർ രശ്മി തടി കയറും ചെയ്തുള്ള പൈസയും പോയി. എന്നാൽ വല്ല ആരോഗ്യം ഉണ്ടായോ? അതുണ്ടായില്ല. എല്ലാം കഴിഞ്ഞിട്ടുള്ള കിടപ്പാടം മുഴുവൻ വെച്ച് 10-25 ലക്ഷം മുഴുവൻ ചെലവാക്കി എല്ലാം കഴിഞ്ഞാൽ ഡോക്ടർ പറയും, ഇനി നിങ്ങൾ പറയാനുള്ള ആളുകളോട് പറഞ്ഞോളൂ, ഇനി നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ 25 ലക്ഷം ഉറുപ്പിയെങ്കിലും ബാക്കി കുട്ടികൾക്ക് കിട്ടും. ഇതാണ് ഇന്നത്തെ ബാക്കി. ഇതൊക്കെ ഇന്നുണ്ടായത്. ഇതൊക്കെ എന്റെ വല്യപ്പ മരണം വരെ ഒരു ഇംഗ്ലീഷ് കുറിച്ചില്ല. മരണം വരെ എന്റെ വല്യപ്പ ഹജ്ജാദില്ലാത്ത ദിവസം ഉണ്ടായിരുന്നു. മരണം വരെ ഒരു ഇംഗ്ലീഷ് ഗുളിക കുറിച്ചിട്ടില്ല. മരണം വരെ ഒരു ഇംഗ്ലീഷ് ഗുളിക കുറിച്ചിട്ടില്ല. 90 ചില്ലാനം വയസ്സിലാണ് മരിച്ചു വരെ ഒന്നുണ്ടായിരുന്നു. മരണം വരെ കന്നുകൂട്ടിയിരുന്നു. എന്റെ കാര്യം എല്ലാ രാത്രിയിലും ഇങ്ങനത്തെ ഔറാദുകളൊക്കെ ചെയ്യും. എല്ലാ രാത്രിയിലും ഔറാദിലല്ലാതെ വല്യപ്പാനെ ഞാൻ കണ്ടു. ആലിമാണോ? പച്ച നാടൻ ആലിമല്ല, പച്ച നാടൻ ഫാത്തിഹ സൂറത്തിന്റെ മാന പോലും മനുഷ്യനറിയില്ല. ഇപ്പറഞ്ഞ ഈ വല്യപ്പാക്ക് ഫാത്തിഹ സൂറത്തിന്റെ മാന അറിയില്ല. അല്ലാഹു മഗ്ഫിർ. അത്ര ഒരു സാലിഹായ മനുഷ്യൻ എന്റെ ജീവിതത്തിൽ ഞാനത് കണ്ടിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കണ്ട സാലിഹായ മനുഷ്യൻ എന്റെ വല്യപ്പനെ. അതിന്റെ അനുഭവം പറയാം. നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടാവും. കാരണം നമ്മൾ കുട്ടികളാകുമ്പോൾ നമ്മളെ അനുഭവം അങ്ങനെയാണ്. പക്ഷേ പിന്നീടും നാട്ടുകാർ മുഴുവൻ വല്യപ്പയെ ഒരു ദുന്യാവ് മുഴുവൻ പ്രശംസിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സാധുവായ നാടനായ മനുഷ്യൻ ഇങ്ങനെ പ്രശംസിക്കുന്നത് പലപ്പോഴും പറയും. ഇപ്പോഴും ആ നാട്ടിൽ ഞാൻ വല്യപ്പാന്റെ താമസിക്കുന്ന നാട്ടിൽ പോയാൽ നാളെ പേരക്കുട്ടി എന്നാ പറയാം. നമ്മളിന്നല്ല പറയാം, നാളെ പേരക്കുട്ടി. ആ മനുഷ്യൻ അവിടെ നാടനെ. പിന്നെന്തേ അങ്ങനത്തെ സാലിഹായ ആളുകൾ എമ്പാടുണ്ടായിരുന്നു. സാലിഹായ ആളുകൾ നാടൻ
നാടൻ. വല്യപ്പ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ഒന്ന് രണ്ട് വാക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ വല്യമ്മ വിളിച്ചിട്ട് പറയും, ഉപ്പാനോടൊന്ന് പൊരുത്തപ്പെടിച്ചതാ, കുരുത്തക്കൾ പറ്റാൻ സാധ്യതയുണ്ട്. ഉപ്പാക്ക് ഉള്ളുണ്ടാവും. ഉള്ളില്ലാത്ത നേരം ഉണ്ടാവില്ല. ഉള്ളില്ലാത്ത നേരെ ഉണ്ടാവില്ല. നേരം തന്നെ ഉണ്ടാവില്ല. വല്യപ്പന ഒരു വിഷം തീണ്ടി വന്ന ആൾക്ക് അന്നത് വന്ന് വെള്ളം ഒന്ന് മന്ത്രിച്ചിട്ട് കൊടുത്താൽ മതി. വെള്ളം മന്ത്രിച്ചിട്ട് കൊടുത്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അതൊക്കെ അനുഭവമാണ്. അങ്ങനത്തെ നാടന്മാർ 100 കണക്കിലുണ്ടായിരുന്നു. അങ്ങനത്തെ നാടന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഫറോക്കിലുള്ളത് എനിക്കറിയാം, കരിന്തിരത്തിലുണ്ടായിരുന്ന എനിക്കറിയാം, ചാലിയത്തുണ്ടായിരുന്ന എനിക്കറിയാം. ഒരു വാക്കട് ചെല്ലിയിട്ട് ഒരു മന്ത്രിച്ചിട്ട് കൊടുത്താൽ വേഷം ഇറങ്ങിയിരുന്ന ആളുകൾ എനിക്കറിയാം. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? അങ്ങനെയുള്ള ഔറാദുകൾ ഉണ്ടായിരുന്നു. ആ ഔറാദുകൾ സ്വലാഹിയത്ത് അവർക്ക് ശുദ്ധവായുവായി അവരെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പടച്ചതമ്പുരാൻ കൊടുത്തിരുന്നു. ആ പെണ്ണുങ്ങൾ വീട്ടിലിരുന്നാൽ നമുക്കൊരു ആപത്ത് വരുമായിരുന്നില്ല. അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുന്ന ആണിന്റെ രക്ഷ വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ ദിക്റാണ്. മനസ്സിലായില്ല? മനസ്സിലായോ പറഞ്ഞത്? അതാണ് ചെവി തുറന്ന് കേട്ടോ. ഇവിടെ മുതൽ ഇവിടെ വരെ പുട്ടിന് വരഞ്ഞതുപോലെ കുറെ സാധനമുള്ളത് വളരല്ല വേണ്ടത്. അവളൊരു പക്ഷെ നീ ആത്മഹത്യ ചെയ്യേണ്ടി വരും അവളെ കൂട്ടി നടന്നാല്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു മനുഷ്യന്റെ മാത്രം ഇവിടെ മുതൽ ഇവിടം വരെയുള്ള വാളയും കൊണ്ട് വന്ന പെണ്ണെന്നല്ല അതിന്റെ വായന. ദീനുള്ള പെണ്ണിനെ വിജയിക്കാമെന്ന്, ദീനുള്ള പെണ്ണിനെ കിട്ടിയവൻ വിജയിക്കാമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനുള്ള പെണ്ണ് വേണം. അങ്ങനത്തെ ഒരു പെണ്ണ് വീട്ടിലുണ്ടായാൽ പുറത്തിറങ്ങി നടക്കുന്ന ആണുങ്ങൾക്ക് അത് മതിയാവും. ആണിന് ദീനുണ്ടെങ്കിൽ അത് മതിയാവും. ദീനുള്ള ഒരു പെണ്ണകത്തുണ്ടെങ്കിൽ പുറത്തുള്ള ആണിന് അത് മതിയാവും. അങ്ങനെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അതൊക്കെ പോയി നമ്മൾ എന്ത് ചെയ്തു? അതിന് എന്ത് ചെയ്തു പകരം? എടോ, നമ്മളൊക്കെ എന്ത് ചെയ്തു? ഒരു വലിയ ടിവിയും ഒരു റിമോട്ട് കൺട്രോളും ഒരു 150 ചാനലും പെണ്ണുങ്ങൾ വെച്ചുകൊടുത്തു. അവർ കണ്ണിന്റെ വ്യഭിചാരിയായി. എന്റെ ഓള് രാവും പകലും ഈ സിനിമ കണ്ടിരിക്കുക. നല്ല നല്ല വലിയ വലിയ അമേരിക്കയിലും ജർമ്മനിയിലുള്ള ആണുങ്ങള് ഈ പച്ച തൊടയും കുലുക്കിയിട്ട് ഇങ്ങനെ പായുന്നത് നിന്റെ പോത്ത് പോലത്തെ പെണ്ണിങ്ങനെ കാണുക. അപ്പോൾ അവൻ ആലോചിക്കുണ്ടാവും, പടച്ചതമ്പുരാനെ ഈ ജാതി ആണുങ്ങളൊക്കെ ലോകത്തുണ്ടായിട്ട് എനിക്ക് കിട്ടിയത് നമുക്ക് ഇങ്ങനെയാണല്ലോ. നിന്റെ മനുഷ്യന്മാര് എടാ, പെണ്ണിന് സിനിമ വെച്ചു കൊടുക്കുന്ന ആളേക്കാൾ വലിയ ഹമുക്ക് ഈ ലോകത്തുണ്ടാവില്ല. കാരണം ഒന്നുമില്ല, അവള് എന്തേ കാണുള്ളൂ? അവൾ ക്രിക്കറ്റ് കാണുള്ളൂ. ക്രിക്കറ്റ് ആരാ കളിക്ക? ഏറ്റവും വലിയ ആരോഗ്യമുള്ള ആണുങ്ങൾ. ഈ വീടി കുട്ടിയെ ട്രോഫിയുള്ളൂ. ആരാ ഫുട്ബോൾ ലോകം നല്ല കുറ്റുറപ്പുള്ള ആണുങ്ങൾ. ഇവർ ഈ അടിക്കുറ്റിന്റെ തോടയും കുലുക്കിയിട്ട് ഇങ്ങനെ ഓടുന്നത് കാണാൻ നിന്റെ ഓള് രാവും പകലും 150 ചാനലും ഈ ചാനലും ആ ചാനലും ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഇത് അവള് ഇങ്ങനെ കാണാം. എന്നിട്ട് അവള് ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുക, പടച്ചതമ്പുരാനെ എനിക്കൊരു ഹമുക്കിന് എന്റെ വാപ്പ തന്നത് ഇങ്ങനെയാണല്ലോ എന്ന് ആലോചിക്കുക. എന്റെ ചെലവിന് എന്നെ പറ്റി അവൾ ആലോചിക്കുക. അങ്ങനെയാണ്. എന്റെ അത്ര വലുപ്പുണ്ടല്ലോ നോക്ക്. ആരാ ഇതൊക്കെ വരുത്തിയത്? ഈ മനുഷ്യന്മാർ. എടാ, ഈ സ്ഥാനത്ത് അവിടെ സ്വാലിഹ്യങ്ങളും ദിക്റല്ലായിരുന്നു, സ്വാലിഹാത്തുകളും. ആ പെണ്ണ് ഭർത്താവിന്റെ അപ്പുറം ചിന്തിക്കൂല. 90 വയസ്സിന്റെ വല്യമ്മ ജീവിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു രാത്രി പോലും അവർ തമ്മിലൊന്നും മാറി കിടന്നിട്ടുണ്ടാവില്ല. അത്ര വലിയ സ്നേഹമായിരുന്നു. എന്താണ് അവർക്ക് അപ്പുറം ചിന്തയില്ല. കാരണം അതിന്റെ അപ്പുറം അവർ കണ്ടിട്ടില്ല, അതിന്റെ അപ്പുറം അവർക്ക് അറിയില്ല. കൊടുത്തത് എന്താണോ അതന്നെയാണ്. അക്കാലത്ത് എന്താ കൊടുക്കുക? ഒരു കറുത്ത തുണിയും അതിന്റെ മുകളിൽ വെളുത്ത ഇവിടെ മാത്രം തുറക്കുന്ന ഒരു കുപ്പായം, ഒരു കറുത്ത തുണി. എന്താണ് ആ തുണിക്ക് പറയാം? കാച്ചി അല്ലേ? ഒരു കറുത്ത കാച്ചി. പിന്നെ കരവെച്ച വെള്ളക്കാച്ചി വേറെ എന്തായിരുന്നു? അതൊക്കെ വെള്ളക്കാച്ചി കൊടുക്കാൻ പറഞ്ഞാൽ പുതിയൊന്ന കൊടുക്കുക. വെള്ളക്കാച്ചി വെള്ളക്കാച്ചി കാച്ചി അതിന് വലിയ പരിഷ്കാരമുള്ളതാണ് വെള്ളക്കാച്ചി. അതായത് വെളുത്തതിന് പിന്നെ കറുത്ത കാര, വയലറ്റ് കാര. അതൊക്കെ ഒരു കാലായിരുന്നു മനുഷ്യന്മാര്. അല്ലെങ്കിലും പരലോകം ഈ ലോകം ഈ ദുനിയാവ് തന്നെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഒരു നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ജനിച്ച കാലത്ത് ഇന്ന് വെച്ചാലോചിച്ചാൽ അന്ന് പരലോകം, ഇന്ന് ഈ ലോകം. ആ ലോകമല്ല ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ലോകം. ഇത് വേറൊരു ലോകം. ഇത് കാപട്യത്തിന്റെയും ഉപരിപ്ലവമായ ഈ കാട്ടിക്കൂട്ടന്റെയും ലോകം. അന്ന് അങ്ങനെയല്ല. അന്ന് മനുഷ്യൻ സ്നേഹം, ബന്ധം, സ്വഭാവം, സന്തോഷം എന്തൊക്കെയെന്നോ അന്ന് മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും എല്ലാവരും. ഒരു തെറ്റ് ചെയ്യാൻ എല്ലാവർക്കും പേടിയാണ്. കാരണം നാട്ടിൽ ഏത് കാരണവര് കണ്ടാലും മോശമാണ്. പന്ത് കളിക്കും. അസറിന് ശേഷം ഇറങ്ങിയിട്ട് പള്ളിയുടെ മുന്നിൽ ഒരു വയലുണ്ടായിരുന്നു. ഞങ്ങൾ കുട്ടികളൊക്കെ പന്ത് കളിക്കും. പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് 6 മണിയായാൽ മതി. പള്ളിയിലേക്ക് ഒരു 6 മണി നേരത്ത് ആദ്യത്തെ കാരണവരിങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന നേരത്തെ വിളിച്ച് പോയിടാവുന്ന മകരിഭാവുന്ന കണ്ടില്ല ഒറ്റ വാക്ക്. പിന്നെ ഒരു കുട്ടി കളിക്കും. ഇന്ന് മലപ്പുറം കോഴിക്കോട് ജില്ലയില് മാപ്പിളാര മക്കൾ എപ്പോഴാ കൗണ്ടടിക്കണേ? ഈശാ മകരിവിന്റെ ഇടയിൽ. പിന്നീട് പോസ്താകാൻ എവിടെയെങ്കിലും പോണോ? പിന്നെ ആ നാട്ടിൽ അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങോ? ഈശാ മകരിവിന്റെ കുതിര വെച്ചാൽ, ഈശാ മകരിവിന്റെ ഇടയിൽ കുതിര വെച്ചാൽ എങ്ങനെയോ നാട്ടിൽ റഹ്മത്തുണ്ടാവുക? എങ്ങനെയോ ആ നാട്ടിൽ അള്ളാന്റെ റഹ്മത്തിന്റെ മലായിക്കത്ത് ഇറങ്ങുക? അതൊക്കെ എന്നോ പിൻവലിച്ച് പോയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കണം. അവരൊക്കെ എന്നോ പോയിട്ടുണ്ടാവും, സീലടിച്ച് പോയിട്ടുണ്ടാവും.
ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ പന്ത് കളിക്കുക. 6 മണിക്ക് അപ്പൊ പന്തൊക്കെ നമ്മൾ കളിച്ചിരുന്നു. നിങ്ങളെ കാലത്തല്ല, ഞങ്ങളെ കാലത്തൊക്കെ പന്ത് കളിച്ചിരുന്നു. ഞങ്ങളൊക്കെ കളിച്ചവരന്നെ. പക്ഷെ 6 മണി വരെ സ്കൂളിൽ നിന്ന് വന്നാൽ പന്ത് കളിക്കാം, ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഓടിച്ചാടിയൊക്കെ ഒന്ന് കളിക്കാം. പക്ഷെ അത് ബാപ്പ പറഞ്ഞോളന്നില്ല. ആദ്യം പള്ളിയിലേക്ക് പോകുന്ന കാരണവര്, അക്കാലത്തെ കാരണവന്മാര് ഒരുത്തരം ഒരു കഞ്ഞിപ്രാക്കിന്റെ കുപ്പായിടും. ഇങ്ങനത്തെ ഒരു ഇത് ഓർമ്മയില്ല നിങ്ങൾക്ക്? ബനിയനും കുപ്പായം കൂടി കൂടിയത് 2 സൈഡിനും പോക്കറ്റ് ഉണ്ടാവും. കഞ്ഞിപ്രാക്കിന്റെ ഓർമ്മയില്ല? ആ കുപ്പായൊക്കെ ഇവിടെ പൊളിച്ചിട്ട് അങ്ങനത്തെ ഒരു കുപ്പായം ഇടും. ചിലത് സ്വർണത്തിന്റെ കളറുള്ള ഒരു തരം ചെയിനുള്ള ബട്ടൺസ് വെക്കും. അതൊക്കെ ഭയങ്കര ചന്തണ്ടായിരുന്നു ആ കാലഘട്ട മനുഷ്യന്മാരൊക്കെ ഒന്ന് കാണാൻ തന്നെ. ആ വയസ്സന്മാരാരും പള്ളിയിലേക്ക് പോകുന്ന നേരത്തെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. മഗ്‌രിബാവുന്ന പോയടാ അവിടുന്ന്, ഒറ്റ വാക്ക്. പിന്നെ ഒരാള് കളിക്കൂല. ഇന്ന് അങ്ങനെ പറയാൻ ഒരു കാരണവരില്ല. നിങ്ങൾ പോയി കാക്കാൻ പോയ ആൺകുട്ടിയാണ്. എന്തുകൊണ്ട്? ഇയാളെ പരത്തിന് വലിയ സിനിമ ആണ്. ഇത് പറയാൻ പറ്റിയ യോഗ്യത ഇയാൾക്കില്ല. പിന്നെ ആൺകുട്ടികളെ എങ്ങനെ പറഞ്ഞാൽ സ്വീകരിക്കാം? ഒരു വായലും മുറ്റായിലാകാതെ എങ്ങനെ ജനങ്ങളത് സ്വീകരിക്കാം? പോയി കാക്കാൻ നിങ്ങൾ പണി നോക്കി മനുഷ്യന്മാർ പറയുന്നത്. ഈ അവസ്ഥ ഇല്ലേ? ബാപ്പ പറഞ്ഞത് കേൾക്കുന്നില്ല. സത്യം തന്നെ. ബാപ്പ പറഞ്ഞാൽ എങ്ങനെ കേൾക്കുക? എങ്ങനെ കേൾക്കുക? മോഹൻലാല് വേറെ ഒരു നമുക്ക് പിടിച്ച ഒരു പെണ്ണിനെ ചുംബിക്കുന്നത് ബാപ്പയും മകനും കൂടിയല്ല ഇന്നലെ രാത്രിയും കൂടെ കണ്ടത്. പിന്നെ അങ്ങനെ ബാപ്പ പറഞ്ഞ മകൻ കേൾക്കും. ബാപ്പ പറഞ്ഞിട്ട് വല്ലതും കേൾക്കണ മക്കളുണ്ടെങ്കിൽ ഒന്ന് വിവരം പറയണം. നമുക്ക് ഇവിടെ അവസാന ദിവസം അവരെ ഒന്ന് ആദരിക്കാം. അല്ല, ബാപ്പ പറഞ്ഞിട്ട് കേൾക്കണ മക്കളുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്കൊരു ആദരവും കൂടി അവർക്ക് കൊടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ. കാരണം ഒരു നിലക്കൊരു ചാൻസ് ഇല്ല. ബാപ്പ പറഞ്ഞിട്ട് മക്കൾ കേൾക്കുക. ഇന്ന് അതെങ്ങനെ മക്കൾക്ക് നമുക്ക് ഭ്രാന്താവേണ്ടി? ഈ ബാപ്പയും മാനും ഒപ്പല്ല ഇരുന്നിട്ട് ഇന്നലെ രാത്രി പെണ്ണുമാണോ അങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ചുംബിക്കണം. ഇന്നലെ രാത്രി തമ്മ അടിച്ച് പെണ്ണുങ്ങൾ ഇതിൽ കൂടെ ഇരുന്നിട്ട് സിനിമ കണ്ടത് ബാപ്പയും മോനും മോളും ഉമ്മയും മോനും. ഇന്നലെ രാത്രി അയ്യയ്യ വൃത്തിയേട്. പിന്നെങ്ങനെ? ആ സമാനിൽ ഒരാള് ഹക്കായി നിക്കാഹ് കഴിച്ച് പെണ്ണ് വീട്ടിലെത്തിയാൽ ആ പെണ്ണിനോടൊന്ന് മിണ്ടണമെങ്കിൽ 15 ദിവസം കഴിയും. എന്നോടൊരു വയസ്സം പറഞ്ഞതാ. എന്നോട് നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു വയസ്സം പറഞ്ഞതാണ്, കല്യാണം കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് ഭാര്യയാണ് കാണണമെങ്കിൽ 15 ദിവസം കഴിഞ്ഞു. സുബ്ഹാന യാ റബ്ബി, സുബ്ഹാന യാ റബ്ബി. മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് പോലീസുകാർ തെരഞ്ഞു വരെന്നെ പള്ളി വീട്ടിലേക്ക്. കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ SI വിളിച്ചിട്ട് ഒരു മുസ്ലിം പള്ളി കമ്മിറ്റിയോട് പറഞ്ഞിരിക്കാണ്, ഞാൻ തോറ്റിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തോളൂ. ഏത് 12-13 വയസ്സായ ആളുകൾ കള്ളു കുടിച്ചിട്ട് കുന്നമംഗലം SI പറഞ്ഞു, വലിയ പൂജമാരായി ഇരിക്കൊന്നും വേണ്ട. ഈ കുന്നമംഗലം SI പറഞ്ഞു. അപ്പൊ പള്ളി കമ്മിറ്റി എന്നോട് പറഞ്ഞു, ഇവിടെ അടുത്തൊരു പള്ളി കമ്മിറ്റി എന്നോട് പറയാം, തോറ്റ് നിങ്ങളുടെ നാട്ടിലെ മനുഷ്യ കുട്ടികളെ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്തോളൂ, ഞങ്ങൾക്ക് വയ്യാണ്. 12, 13, 14 വയസ്സിൽ കള്ളുടിച്ചു. എന്നോട് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ സംസാരിച്ചപ്പോ ആ പറഞ്ഞു, ചെറുപ്പക്കാരൊക്കെ കള്ളുടിക്കത്രേ. ഞാൻ പറഞ്ഞു, തൽക്കാലം നോമ്പ് പറഞ്ഞു മിണ്ടാതിരുന്നിട്ട് വേറെ വല്ല വർത്തമാനം പറഞ്ഞത്. കാരണം ബാപ്പ വിചാരിച്ച് 20-25 വയസ്സായ ചെറുപ്പക്കാരാ കള്ളുടിക്കും. ഇത് 10-12 വയസ്സാണ് കള്ളുടിക്കുന്നത്. ബാപ്പക്ക് മനസ്സിലായിട്ടില്ല. ഇന്ന് കുട്ടികൾ ഈ 10-12 വയസ്സൊക്കെ ഈ വയറ് പൊക്കി നടക്കണ ഒക്കെ കള്ളാണ് പറയുന്നത്. ഇതാ ഇവിടെ ആ മഹലിനെ പറയുന്നത് ഒരു മോശമായതുകൊണ്ട് ഞാൻ പറയാത്തത്. ഞാൻ അവിടുന്ന് ആരെയും കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് മുടങ്ങണ്ട. അത് ആ മഹല് മാത്രമൊന്നുമല്ല, ഒക്കെ ഇവിടെ ആ മഹല്ല് കമ്മിറ്റി എന്നോട് പറഞ്ഞത്. മഹല്ല് കമ്മിറ്റി എന്നോട് പറഞ്ഞത് എന്റെ കള്ളൊക്കെ ഇവിടെ പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഏതോ 1-2 ആൾ കള്ളുടിക്കുന്നല്ലാതെ ആരാ കള്ളുടിക്ക മഹല്? എവിടെ 1-2 കള്ളുടിയന്മാരുണ്ടോ? ആരെന്നെ? അവർ പള്ളിയിലും വരില്ല, അവർ കള്ളുടിക്കും. അവർ പെരുന്നാളിനും ചെറിയനാളിനും വലിയനാളിനും പള്ളിയിൽ വരും, വേറെ പള്ളിയിലും ഇല്ല. ഇന്ന് പള്ളിയിൽ ആരാ വരുന്നത്? അവരെന്നെ കള്ളുടിക്കണത്. ആരാണ് കള്ളുടിക്കണത്? അവരെന്നെ പള്ളിയൊക്കെ വരുന്നത്. അവരിടക്കിടക്കൊന്ന് മക്കത്ത് പോയി വരും, അവരെ മക്കളുണ്ടാവും. ഇങ്ങനെയൊക്കെ ഈ നന്മയും തിന്മയും തമ്മിലുള്ള വേർതിരിവ് നഷ്ടപ്പെട്ടു. അതിന്റെ ഇടയിലുള്ള വേർതിരിവുണ്ടായിരുന്നു ഇക്കാലം വരെ. അതാണ് നഷ്ടപ്പെട്ടു. ആരാണോ നല്ലവൻ അവൻ തന്നെ മോശപ്പെട്ടവൻ, ആരാണോ മോശപ്പെട്ടവൻ അവൻ തന്നെയല്ല. നന്മ തിന്മ തമ്മിലുള്ള അല്ല ഹഖ് വൽ ബാത്തിലു എന്ന് പറഞ്ഞില്ലേ, ബൈനൽ ഹഖ് വൽ ബാത്തിലി. ആ ഹഖ് ബാത്തിലാണ് കൊണ്ടുപോയി. അങ്ങനെയാണ്. അതാണ് അതിന്റെ വേറിട്ട് പോയി. എന്നോട് ഈ അടുത്ത ദിവസം ഒരാൾ പറഞ്ഞു, മലക്കൾ ഇപ്പൊ ആരെയാണ് സഹായിക്കാന്നുള്ള കാര്യത്തിലും കുടുങ്ങും. കാരണം ഹക്കിന്റെ ഭാഗക്കാരെ സഹായിക്കണം എന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലുണ്ട്, ഹക്കുണ്ട്, ബാത്തിലുണ്ട്. പിന്നെ എങ്ങനെ ഇപ്പൊ മലക്കൾ സഹായിക്കാം? ഞാനിങ്ങനെ പിന്നെ ആലോചിച്ച് കുറെ ചിരിച്ചത് ശരി തന്നെയാണ്. കാരണം മലക്കൾ ഇപ്പൊ സഹായിക്കണമെങ്കിലുമാണല്ലോ ഹക്കിന്റെ പാർട്ടിയാകുക. അതിനിപ്പോ ഈ ഹക്ക് എന്നത് ഹക്കും ബാത്തിലും കൂടെ ഉണ്ടായാലോ 40% ഹക്കും 60% ബാത്തിലും. ഇതെല്ലാവരുടെ കയ്യിലും എല്ലാ വീട്ടിലും. ഇതില്ലാത്തൊരു വീടേല. ഏത് പള്ളി പ്രസിഡന്റ് ആണെങ്കിലോ പ്രസിഡന്റിനനുസരിച്ച് സിനിമ കൂടും. പ്രസിഡന്റിന് ആണിനനുസരിച്ച് സിനിമ കൂടും. ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന വീട്ടുകാരനാണ് പ്രസിഡന്റ്. പിന്നെ രണ്ടാമതായി സിനിമ നടക്കുന്ന ആള് സെക്രട്ടറി. പിന്നെ ബാക്കിയുള്ള സിനിമ നടത്തുന്നവർ കമ്മിറ്റി. ഇതാണ് നമ്മളെ മഹാന്മാര്. പിന്നെ അതിന്റെ ബാക്കിയുള്ള ഭരണീയർ. പിന്നെ എങ്ങനെ ഉണ്ടാവുക? പിന്നെ ലൈലത്തുൽ ഖദർ അല്ല, 1000 ലൈലത്തുൽ ഖദർ ഒട്ടിച്ചു വന്നാൽ എങ്ങനെ നമുക്ക് ഉണ്ടാവുക? അതെങ്ങനെ ഉണ്ടാവുക?
അപ്പൊ ചുരുക്കത്തിൽ എന്താ ഇതിനൊക്കെ കാരണം എന്നറിയോ? ഒരു മനുഷ്യന്മാർക്കൊരു പണി ഉണ്ടായിരുന്നു പഴയ കാലത്ത്. ദിക്ർ, ഔറാദ്, തസ്ബീഹ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അത് കളഞ്ഞു. അപ്പോൾ പിന്നെ അവസാനത്ത് ഇതൊക്കെ വന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതന്നെ ഇനി എന്താ അടുത്ത ദിക്ർ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ ആ രാത്രി ഒരു ഉപദ്രവവും അവനേൽക്കുകയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്താ ഈ രാത്രി ഈ ദിക്ർ ചൊല്ലിയാൽ മതി. ബിസ്മില്ലാഹില്ലദീ 3 തവണ ഈ ദിക്ർ തന്നെയല്ലേ ഹദ്ദാദ്. ഈ ദിക്ർ ഒരു തവണ ചൊല്ലിയിട്ട് വിഷം കുടിച്ച് കാണിച്ചു ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ വിഷം കുടിച്ച് കാണിച്ചിട്ട് മരിച്ചതില്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചോളാം ജൂതന്മാര്. ഖാലിദ് റളിയല്ലാഹു അൻഹു വിഷം കൊണ്ടുവരണം. വിഷമാണ് കൊണ്ടുവന്നിട്ട് കുപ്പി തുറന്നിട്ട് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് പറഞ്ഞ ഈ ദിക്ർ ചൊല്ലിയിട്ട് വിഷം കുടിച്ചു. ഫആശ ബഅദഹു 20 ആമൻ. പിന്നെയും 20 കൊല്ലം ജീവിച്ചു ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. പിന്നെ സ്വാഭാവികമായി മരിച്ചു. ജൂതന്മാർ മുസ്ലിമായി. ഇവരൊറ്റ ദിക്റിന്റെ പേര്. അതൊരാൾ 3 വട്ടം ചെല്ലിയാൽ ഒരു രാത്രിക്കറി മതിയാവുന്ന പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് കൊണ്ടാ ഈ ഹദ്ദാദിനെ നിഷേധിച്ചത്? മുസ്ലിമീങ്ങൾ ചിന്തിക്കണം. നമ്മൾ മടിയന്മാരാ. അപ്പൊ പിന്നെ നമ്മളതിന് വകുപ്പുണ്ടാക്കുക. നമ്മൾ വകുപ്പുണ്ടാക്കുക. എന്തിനും നമുക്ക് തയ്യാറില്ല. അപ്പൊ നമ്മളതിന് വകുപ്പുണ്ടാക്കുക. അങ്ങനെയാണ്. ഒരു പള്ളി പൊളിച്ചുണ്ടാക്കണം. അതിന് നമുക്ക് പൈസ കൊടുക്കാൻ തൽക്കാൻ നമുക്ക് മടിയുണ്ടാവും. പൈസ കൊടുക്കാൻ തൽക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ നമ്മൾ വകുപ്പുണ്ടാവും. ഇവിടെ പള്ളി പൊളിക്കേണ്ടത് ആരും സമയം വരിച്ചില്ല. ഈ പള്ളി ഇവിടെ 10-25 കൊല്ലം മുമ്പ് പൊളിച്ചുണ്ടാക്കിയതാണ്. ഇതെങ്ങനെയൊക്കെ കൊല്ലം പള്ളി പൊളിച്ചുണ്ടാക്കണം എന്തിനാ എന്ന് പറയും ചില ആളുകൾ. എന്തിനാണ് പറയേണ്ട ആവശ്യം? ഇവനത് കൊടുക്കാതിരിക്കാനുള്ള ഒരു ധാർമ്മികമായ ഒരു ചുമരം ഉണ്ടാക്കി വെക്കുക എന്നതുപോലെയാ പല വിഷയം. സഹകരിക്കാൻ തയ്യാറില്ല. അങ്ങനെയാണ്. എങ്കിൽ ഒരാൾ നാട്ടിൽ ദർസ് ഉണ്ടാക്കാൻ എല്ലാവരും ചെലവിന് കൊടുത്ത് ഒരാൾക്ക് ചെലവ് കൊടുക്കാൻ തയ്യാറില്ല. അപ്പോ പറയാം ഈ ജാതി കുയറവിടുന്ന മക്കൾക്കൊന്നും ചെലവ് കൊടുത്തൊരു കാര്യമില്ല. മനസ്സിലായില്ല? എന്തിനാണെന്നറിയാം? അവൻ കൊടുക്കാതിരിക്കാൻ ധാർമ്മികമായ ന്യായം ഉണ്ടാക്കി വെക്കണം എന്നതുപോലെ ഇവർക്ക് വൈകുന്നേരമായാൽ അള്ളാന്റെ ഔല കുറച്ച് ബാക്കിയുള്ള ഈ സിനിമക്ക് ഇരിക്കണം. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ഒരു ധാർമ്മികമായ ഒരു ചുമരുണ്ടാക്കിയേക്കാണ്. ഇതൊന്നും അസലില്ല. ഇതൊക്കെ മുസ്തഫ നബി വിളിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഇതൊരാള് ഒരു രാത്രി 3 വട്ടം ചൊല്ലിയാൽ ഹഖ്ഖുൻ അലല്ലാഹി യൗമൽ ഖിയാമ അയ്യുദിയഹു ഖാല റസൂലുള്ളാഹി. അവനെ തൃപ്തിപ്പെടുത്തൽ ഒരു ബാധ്യതയായി അള്ളാഹു ഏറ്റെടുക്കും. എല്ലാ ദിവസവും രാത്രി ഒരാൾക്ക് 3 വട്ടം ചൊല്ലിയാൽ ഹഖ്ഖുൻ അലല്ലാഹി യൗമൽ ഖിയാമത്തി അയ്യുദിയഹു മൻ ഖാല കുല്ല ലൈല റദീനാ ബില്ലാഹി റബ്ബൻ وبالإسلام دين وبمحمد النبي 3 مرات حق على الله يوم القيامة أن يرضيه. ഇയാളെ തൃപ്തിപ്പെടുത്താൻ തന്റെ ബാധ്യതയായി അള്ളാഹു ഏറ്റെടുക്കും. എല്ലാ രാത്രി 3 വട്ടം ചൊല്ലിയാൽ റദീനാ ബില്ലാഹി റബ്ബ وبالإسلام دينا وبمحمد النبي بسم الله والحمد لله. ബിസ്മില്ലാ എന്നുള്ളത് റഹ്മത്താണ്. അൽഹംദു എന്നുള്ളത് ശുക്റാണ്. ഒന്ന് റഹ്മത്താണ്, ഒന്ന് ശുക്റാണ്. ഞങ്ങൾക്ക് റഹ്മത്ത് ആഗ്രഹമുണ്ട്. നീ റഹ്മത്ത് എന്ത് തന്നാലും ഞങ്ങൾ അതിൽ നന്ദി ചെയ്യാൻ തയ്യാറുമാണ്. ഇനി നീ എന്തെന്നാൽ ഞങ്ങൾ സഹിക്കുകയും ചെയ്യും. അതാണ് എന്ത്? ഖലാ. അതാണ് ഈമാൻ. 3 കാര്യം ഉണ്ടെങ്കിൽ ഈമാനായി. ഏതാ 3 കാര്യം? അസ്സബ്റു വശുക്റു വൽറിള. അർക്കാനുൽ ഈമാനി 3. ഈമാന്റെ ഘടകങ്ങൾ 3 ഒന്ന് അസ്സബ്റു, ഒന്ന് സബ്റാകുന്നു. വശുക്റു, ഒന്ന് ശുക്റാകുന്നു. വൽറിള എന്ന് അള്ളാഹുവിൽ തൃപ്തിയുമാവുന്നു. ഖൈറും ശർറും അള്ളാഹ് എന്നാൽ ആ രണ്ടിലും തൃപ്തിപ്പെടുക. ഇത് ദിക്റുൽ റിളാ ആണ്. ഇത് റിളാ എന്ന ദിക്റാണ്. ഇത് ഈമാന് ഖുവ്വത്ത് നൽകും ഈ ദിക്ർ. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അൽ ഖൈറു വശർറു ബിമശിയത്തില്ലാഹ്. ഇനി അടുത്ത ദിക്ർ അമന്നാ ബില്ലാഹി. അതൊക്കെ റിളാന്റെ ദിക്റാ. അമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിരി തുബ്നാ ഇലല്ലാഹി ബാത്തിനൻ വളാഹിറാ യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. ഇത് 2 തൗബയുടെ ദിക്റാ. 2 തൗബയുടെ ദിക്റാ. തൗബയുടെ അദ്കാർ ഇതിനൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദീകരിച്ച് പറഞ്ഞു. 2 തൗബയുടെ ദിക്റാ. ഏതൊക്കെ? അമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിരി തുബ്നാ ഇലല്ലാഹി ബാത്തിനൻ വളാഹിറാ. അമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിരി. അല്ലാഹുവേ, നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അന്ത്യനാൾ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. തുബ്നാ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഞങ്ങൾ തൗബ ചെയ്തിരിക്കുകയാണ്. ബാത്തിനൻ വളാഹിറ, പ്രത്യക്ഷമായും പരോക്ഷമായും. ഇതതിനർത്ഥം. ഇത് തൗബയുടെ ദിക്റാ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ തന്നെ തൗബയുടെ ദിക്റാണ് അടുത്തത്. യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. അല്ലാഹുവേ, മാപ്പാക്കണേ,
വംഹുല്ലദീ കാന മിന്നാ, മുമ്പ് ഞങ്ങളിൽ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മോശപ്പെട്ടത് മായ്ച്ചു കളയണേ. മുമ്പ് ഞങ്ങൾ വല്ലതും ചെയ്തത് മോശപ്പെട്ട എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം എന്താക്കണം? മായ്ച്ചു കളയണം. യാ റബ്ബനാ വഅഫു അന്നാ, ഞങ്ങൾ ചെയ്യുന്നത് മാപ്പാക്ക. മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മായ്ച്ചു കളയാം. യാ റബ്ബനാ വഅഫു അന്നാ, തൗബയിൽക്കാം. യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. ഇനി അടുത്ത ദിക്ർ 50,000 കൊല്ലത്തെ മാശറ 2 റക്അത്താക്കി ചുരുക്കും ആ ദിക്ർ. എത്ര ധൈര്യം ചോദിക്കടോ? ഇതൊക്കെ പഠിച്ച റഹ്മത്തുള്ള പറയാ. റഹ്മത്തുള്ള തമാശ പറയല്ല, റഹ്മത്തുള്ള പഠിച്ച് പറയാ. ആണുങ്ങളുണ്ടെങ്കിൽ കാസറ്റ് കേട്ടവരുണ്ടെങ്കിൽ ചോദിക്കും, എന്തെങ്കിലും ചോദിക്കാം, എന്നും ചോദിക്കാം. ഞാൻ 50,000 കൊല്ലത്തെ മാശറ നിൽക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു, എല്ലാവരും പൊട്ടിക്കഴിഞ്ഞു. 50,000 കൊല്ലം മാശറ നിൽക്കുക ഞങ്ങൾക്ക് കഴിയില്ല, അതിന് പരിഹാരം ഉണ്ടാക്കി തരാം. അപ്പോൾ പറഞ്ഞു അക്സിറുഹു യദൽ ജലാലി വൽ ഇക്റാം, അക്സിറുഹു യദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യദൽ ജലാലി വൽ ഇക്റാം. കണ്ടില്ലേ ഭയങ്കര രസം അല്ലാഹു കാണിച്ചത്? കണ്ടില്ലേ? അർ-റഹ്മാനിൽ കണ്ടില്ലേ നിങ്ങൾ? അർ-റഹ്മാനിൽ കണ്ടില്ലേ? അങ്ങനെ ഭൗതിക വിഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാരും മരിക്കുന്നവർ. മരിച്ചിട്ടോ ഒരു നിർവാഹമുള്ളൂ. എന്ത്? വയബ്ഖാ വജ്ഹു റബ്ബിക. അവിടെ അള്ളാഹ്ക്ക് 2 സിഫത്ത് കൊടുത്തിട്ടുണ്ട്. മരിച്ചിട്ട് ലാഭം കിട്ടണമെങ്കിൽ ഈ ദിക്ർ ഇവിടെ ദിക്റാണ്. ഖുർആൻ എന്നാണ് രഹസ്യ. ഖുർആൻ മൊത്തം രഹസ്യ. ഇത് പരിഭാഷയിൽ എഴുതൂല, പരിഭാഷയിൽ കിട്ടൂല. ഇത് മഅരിഫത്തിന്റെ വിജ്ഞാന, ഇത് അസ്റാറിന്റെ വിജ്ഞാന, ഇത് ഉള്ളിലെ വിജ്ഞാന, പുറത്തെ വിജ്ഞാനല്ല. മനസ്സിലായില്ല? അത് കണ്ടോ കാണിച്ചത്? ഞാൻ ചില അത്ഭുതങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഖുർആനിലെ ഓരോ സ്ഥലത്ത് നോക്കിയാലേ ഒരു അത്ഭുതങ്ങൾ ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിന്റെ അത്ഭുതം അവിടെ കാണാം. ഓരോ സ്ഥലത്തും അല്ലാഹു ഔസാഫുകൾ കൊണ്ടുവച്ചിട്ട് ഭയങ്കര അത്ഭുതത്തിലാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അവിടെ അല്ലാഹ്ക്ക് 2 സിഫത്ത് അവിടെ അവസാനം കൊണ്ടുവരുന്നത് ദിൽ ജലാലി വൽ ഇക്റാം. ഈ ദിക്ർ മതിയാവും. ഈ ദിക്റിനെ പെരുപ്പിച്ചാൽ മരണശേഷം രക്ഷപ്പെടാൻ കഴിയും. പെരുപ്പിക്കണം. എല്ലാ ദിക്റും 3 തവണ പറഞ്ഞപ്പോൾ ഈ ദിക്ർ റസൂൽ 3 പറഞ്ഞില്ല, പെരുപ്പിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ ദിക്റും ഹദ്ദാദിൽ 3 ഈ ദിക്റിൽ ഹദ്ദാദ്, ഈ ദിക്ർ ഹദ്ദാദിൽ 7. പെരുപ്പിക്കാന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ല നിങ്ങൾക്ക്? മനസ്സിലായോ? എല്ലാ റസൂലുള്ള തസ്ലീസ 3 എന്നാൽ യാദൽ ജലാലി വൽ ഇക്റാമിന്റെ അവിടെ എത്തിയ റസൂൽ എന്ത് പറഞ്ഞു? അക്സിറു, പെരുപ്പിച്ചോളൂ, പരമാവധി പെരുപ്പിച്ചോളൂ. അതുകൊണ്ടാണ് എല്ലാ ദിക്റും 3 ഈ ദിക്ർ 7 ആയത്. യാദൽ ജലാലി വൽ ഇക്റാം. ഇതേ രസമുണ്ട് ഇപ്പുറത്ത് തബാറക ഇസ്മു റബ്ബിക. ഏതാണ് ആയത്ത്? ഇതാണ് ആയത്ത് അർ-റഹ്മാനിലെ തബാറകല്ലേ? ഏതാണ് ആയത്ത്? അർ-റഹ്മാനിലെ അവസാനത്തെ ആയത്ത്. അർ-റഹ്മാനിലെ അവസാനത്തെ ആയത്ത് തബാറക ഇസ്മു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അവിടെ അവസാനത്തെ ആയത്ത് എന്താണ്? അതാണല്ലോ. അതിന്റെ മുമ്പ് അല്ലാഹു എന്താ ചെയ്തത് നിങ്ങൾ കണ്ടോ? 2 തരം സ്വർഗത്തിനെ കാണിച്ചു. 8 ആയത്തോണ്ട് ഒരു സ്വർഗം, 8 ആയത്തോണ്ട് ഒരു സ്വർഗം. പകുതി വരുന്നത് വരെ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ വരെ അർ-റഹ്മാനിൽ 2-3 ആയത്തൊക്കെ കഴിഞ്ഞാലാണ് ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ. എന്നാൽ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി മുതൽ അവസാന ആയത്ത് വരെ എന്താണെന്നറിയോ? ഒരായത്തിൽ ഫബി അയ്യി ആലാഇ, ഒരായത്തിൽ അവിടെ 1-ാം ഭാഗത്ത് 8-ഉം 2-ാം ഭാഗത്ത് 8-ഉമാണ്. 2 ജാതി. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ അതടക്കം 8 ആയത്ത്. അതിന്റെ ഇടയിൽ 8 ഫബി അയ്യി ആലാഇ. പിന്നെ വമിൻ ദൂനിഹിമാ ജന്നത്താൻ, അത് കഴിഞ്ഞിട്ട് 1 8. അതിന്റെ ഇടയിലും 8 ഫബി അയ്യി ആലാഇ. അപ്പൊ 8 8 എത്രയായി? 16. അതായത് മേൽത്തരം സ്വർഗം, അതിന്റെ താഴെയുള്ള സ്വർഗം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ ടോപ്പ് സ്വർഗം. പിന്നെ വമിൻ ദൂനിഹിമാ ജന്നത്താൻ ടോപ്പ്. അവിടെ 8 8 എന്താണെന്നറിയോ? 8 8 ആക്കിയാൻ കാരണം സ്വർഗത്തിന്റെ വാതിലുകൾ 8ആണ്. എന്നിട്ടോ ഈ ഫബി അയ്യി ആലാഇ ഇല്ലാതെ ഈ സൂറത്താണ് അവസാനിപ്പിച്ചത്. അങ്ങനെയൊക്കെ ഫബി അയ്യി ആലാഇ കൊണ്ടുവന്നിട്ട് അവസാനം ഫബി അയ്യി ആലാഇ അല്ല, അവസാനം ദിൽ ജലാലി വൽ ഇക്റാം. അയ്യോ കൂടിക്കൊള്ളും അതിന് വേണം. ഇത് അസ്റാറിന്റെ വിജ്ഞാന, പരിഭാഷയ്ക്ക് ഉണ്ടാവില്ല, പരിഭാഷക്കാർക്കും കിട്ടുമെന്നില്ല, മുഫസ്സിരീങ്ങൾക്ക് തന്നെ പൂർണ്ണമായി കിട്ടിക്കൊള്ളുന്നില്ല. ഇത് അസ്റാർ മഅരിഫത്തിന്റെ വിജ്ഞാനം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയുള്ള കേന്ദ്രത്തിൽ നിന്ന് ആ വിജ്ഞാനം കിട്ടിയതുകൊണ്ട് ഞാൻ പറയാം. ഇത് അസ്റാർ മഅരിഫത്തിന്റെ വിജ്ഞാനവുമാണ്. ഇതിലൊക്കെ സൂചന ഉണ്ട്. എന്ത്?
ഈ സൂറത്തില് ഫബിഅയ്യി ആലാഇ അല്ലാതെ 2 തവണ ആവർത്തിച്ചത് ദിൽ ജലാലി വൽ ഇക്റാം. അതിനോട് കൂടിക്കോളൂ എന്നതിന് മേല അത് റസൂൽ ആവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അക്സിറു യദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. 50,000 കൊല്ലത്തെ മഹശറയെ 2 റക്അത്ത് പോലെ ചുരുക്കി കിട്ടാൻ ഈ ദിക്ർ വർദ്ധിക്കാനാവുന്നത്. ഇതൊക്കെ തന്നെയല്ലേ ഹജ്ജാണ് മുസ്ലിമീങ്ങളെ. ഇതല്ലാതെ എന്താണ് ഹജ്ജാണ്? ഇതല്ലേ മുസ്തഫ നബി പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നാഫിയായ ഇൽമ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. നേരം വയ്ക്കുക. യഥാർത്ഥ ദിക്ർ യാ കവിയു. യാ കവിയു മുതൽ ഇനി 2 സിഫത്തും സാമൂഹിക, 2 ദിക്ർ സാമൂഹിക. അതായത് ഞങ്ങൾക്ക് പൊതുവായി വരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കി തരണേ. യാ കവിയു യാ മതീനു ഇക്ഫി ശർറൽ ളാലിമീൻ അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുദീൻ. ഈ 2 ദിക്റും സാമൂഹികമായ ഗുണം ഉണ്ടാക്കുക. അതായത് ഞങ്ങൾക്കെതിരെ അക്രമികളുണ്ട്, ഞങ്ങളെ എതിര് ചേരികൾ, അവരെ അക്രമം ഒരിക്കലും ഞങ്ങളിലേക്ക് എത്തരുത്. അതിന് അള്ളാഹിനോട് 2 സിഫത്ത് കൊണ്ടാണ്. അവിടെ യാദൽ ജലാലി വൽ ഇക്റാമാണ് സിഫത്തെങ്കിൽ ഇവിടെ യാ കവിയു യാ മതീനു ശക്തനെ. 2ഉം ശക്തനാണ്. കവിയും ശക്തനാണ്, മതീൻ അതിനേക്കാൾ ശക്തനാണ്. കവിയ് മതീൻ, മനസ്സിലായില്ലേ? യാ കവിയു യാ മതീനു ഇക്ഫി, നീ ഞങ്ങൾക്ക് മതി. എന്തിന്? ശർറൽ ളാലിമീൻ, ഏത് അക്രമികളായ വിഭാഗങ്ങൾ ഞങ്ങൾ ആക്രമിക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് ആര് മതി? ഇതെന്നാ മാന പറയാൻ അങ്ങാടി പോയിട്ട് ഹദ്ദാദില്ലാന്ന് വിളിച്ചു പറഞ്ഞാല് അടിത്തരും. അതിനാണ് ഈ പറയുന്നത്. മനസ്സിലാക്കിക്കോളി എന്താ ഈ പറയുന്നത്. നമ്മൾ സുന്നികൾ തന്നെ ചെയ്യുന്നില്ലെങ്കിൽ ആരോടും പിന്നെ അത് ഇവിടെ ചെയ്യുക. ഈ സുന്നികൾക്ക് തന്നെ ഇതിൽ താല്പര്യമില്ലെങ്കിൽ എന്ത് സുന്നി? ഈ നോട്ടീസ് ഒട്ടിച്ചുകൊണ്ട് സുന്നിയാവും ഒരാള്. നോട്ടീസ് ഒട്ടിച്ച് നടന്നുകൊണ്ട് സുന്നിയാവും. ആ നോട്ടീസ് പശുക്കൾക്ക് തിന്നാൻ നല്ലത് എന്താ ഉള്ളത്? ഈ കേവലം ഈ നോട്ടീസ് മാത്രം മതിയോ നമുക്ക്? അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിക്കും. അത് വേണ്ട എന്നല്ല പറഞ്ഞത്. ദീന സ്വർഗം കിട്ടണമെങ്കിൽ കേവലം ഈ കുറച്ച് റവയില് വെള്ളം കുത്തിക്കലക്കിയിട്ട് നോട്ടീസ് ഒടിച്ചുകൊണ്ട് മാത്രം മുമ്പിനാവൂല. ഇതൊക്കെ ഒന്ന് ചെയ്യും, ഇതൊന്നും ചിന്തിക്കും. ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കാരണം അതൊന്നും നമ്മളോട് ബന്ധപ്പെട്ട കാര്യമല്ല. നമ്മളിപ്പോ ഏതായാലും മെനക്കെടുന്നില്ലല്ലോ. മുമ്പിനോട് ഒരു കൽപ്പറ്റക്കാരൻ ഒരു തമാശ പറഞ്ഞു. ഒരു മാനേജറെ മുന്നിൽ, ബാങ്ക് മാനേജറെ മുന്നിൽ പൈസ വലിയൊരു ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഒരാൾ കടം വാങ്ങി കൊണ്ടുപോയപ്പോ മാനേജർ അവിടെ ഇരുത്തിയിട്ട് ഇയാളോട് അടക്കേണ്ട ഗഡു ഇങ്ങനെ എത്ര വട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ അടക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇയാൾ കൽപ്പറ്റക്കാരനോട് പറഞ്ഞത് തമാശ. അപ്പൊ അയാൾ അതിൽ അത്രയൊന്നും ശ്രദ്ധിച്ചില്ല. അയാളിങ്ങനെ പല്ലുകുത്തിക്കൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നു. അപ്പൊ മാനേജർ പറഞ്ഞത്ര അജയരെ നിങ്ങൾ അങ്ങനെ ഇരിക്കല്ലേ, നിങ്ങളതൊന്ന് ശ്രദ്ധിക്ക്, നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കരുത്, ഇങ്ങനെയൊക്കെയാണ് മടക്കി ഇറക്കണം. അപ്പൊ പറഞ്ഞത്ര അജയര് ഒരു മാനേജറെ നമ്മളിത് എടുക്കാനല്ലേ അടക്കാനല്ലല്ലോ. മനസ്സിലായില്ല? ഈ പൈസ നമുക്ക് എടുക്കാനുള്ളതല്ലേ, നമുക്ക് അടക്കാനുള്ളതല്ല ഭയം. നമ്മളത് ശ്രദ്ധിക്കേണ്ടതില്ല. അതായത് അടക്കേണ്ട ഗതി ഇയാൾ ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം ഇയാളിത് അടക്കാൻ കരുതിയില്ല, ഇങ്ങനെ ജപ്തി ചെയ്ത് കൊണ്ടുപോകാണ്, അത്രേ പ്രശ്നമുള്ളൂ. അടക്കാൻ ഇയാൾക്ക് എതിരല്ല എന്നതുപോലെ ഹജ്ജാദിന്റെ ദിക്റിന്റെ മാഹാത്മ്യം പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ കാരണം അതിൽ പിന്നെ നമ്മളേതായാലും മെനക്കെട്ടിട്ട് നമ്മളതിന് ഒരുങ്ങിയിട്ടില്ലല്ലോ എന്നുള്ളതാണ് ചിലർക്ക് നിങ്ങൾക്ക് തോന്നിപ്പോവുക. ഈ 2 ദിക്റും നാട്ടിലുണ്ടോ ഒരു ആപത്തുണ്ടാവില്ല. ഏത് വിഭാഗം ഈ അടുത്ത കാലത്തല്ലടോ ഇവിടെ ഈ കലാപങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇതിനേക്കാൾ മുമ്പ് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഉണ്ടല്ലോ. ഇന്നത്തെക്കാളും ഇഖ്ലാസുള്ള ഹിന്ദുക്കൾ ഉണ്ടായിട്ട് ഒരു പ്രശ്നമില്ലല്ലോ. എന്തൊരു സന്തോഷമായിരുന്നു, എന്തായിരുന്നു സന്തോഷം. കോഴിപ്പുറത്ത് മാധവ മേനോനും ആലി മുസ്ലിരും കൂടിയിട്ടാണ് തിരുരങ്ങാടി പള്ളി പ്രസംഗിച്ചത്. അതാണ് ഖിലാഫത്തിന്റെ 1ാമത്തെ പ്രശ്നം. തിരൂരങ്ങാടി ആ പള്ളിക്ക് ഹിന്ദു മുസ്ലിമീങ്ങൾ ഒരുമിച്ചു എന്നതിന്റെ പേരിലാണ് ബ്രിട്ടീഷുകാർ പിടിച്ചത്. ആ പള്ളിക്ക് പിടിച്ചത് തിരൂരങ്ങാടി പള്ളി പ്രസംഗിച്ചു. ആരെ പ്രസംഗിച്ചത് കൊണ്ട്? കോഴിപ്പുറത്ത് മാധവ മേനോൻ, ഒന്ന് മഹാനായ വലിയുള്ളാഹി ആലി മുസ്ലിയാർ. ഈ 2 ആളും വലിയായ ആലി മുസ്ലിയാരും കോഴിപ്പുറത്ത് മാധവമേനും ആത്തേപ്പള്ളി പ്രസംഗിച്ചു. അങ്ങനെ തിരുരങ്ങാടി ആകത്തേപ്പള്ളിയിലേക്ക് കയറ്റി. ആരെ? കോഴിപ്പുറത്ത് മാധവമേനോനെ കയറ്റി. മതമൈത്രി. ആ കെട്ടുറപ്പിലാണ് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നത്. എന്തൊരു സ്നേഹബന്ധമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഈ അടുത്ത കാലഘട്ടത്തിലല്ലേ ഇഖ്ലാസ് അവർക്കൊക്കെ പോയിട്ടില്ല. എന്നാ പിന്നെ ഈ വർഗീയ വൈരം ഉണ്ടാവുക? എങ്ങനെ ഉണ്ടായേണ്ടത്? ഇത്തരം ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ കാര്യമൊക്കെ ഒഴിവാക്കി. യാ കവിയും ഞങ്ങൾ അങ്ങോട്ട് ആരും ആക്രമിക്കരുത്. ഇനി ആരെങ്കിലും ഒരു മെനക്കിടാണെങ്കിൽ അത് ഞങ്ങളിലേക്ക് എത്തരുത്. അത് തടയാൻ ആര് മതി? ആരോട് പറയാ? അമ്മ ആര് മതി? ഈ ഒരു മനുഷ്യന് എന്തായാലും മാന യാ കവിയു യാ കവി ശർറൽ ളാലിമീൻ. മനസ്സിലായില്ലേ? യാ കവിയു യാ മതീനു ഇക്ഫി ശർറൽ ളാലിമീൻ. അങ്ങനെ യാ കവിയു യാ മതീനു ഇക്ഫി ശർറൽ ളാലിമീൻ. അല്ലാഹുവേ, ഞങ്ങൾ ആരക്രമിക്കുവാണെങ്കിലും നീ മതിയായിരിക്കും. ഞങ്ങൾക്ക് ഒരാൾ വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ വേണ്ട. ആര് മതി? നീ മതി. അടുത്ത വാക്ക് എന്താ? അടുത്ത വാക്ക് അസ്ലഹല്ലാഹു
ഉമൂറൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളെ കാര്യങ്ങളൊക്കെ നീ നന്നാക്കണമേ. ഞങ്ങൾ ആരെങ്കിലും ശല്യം ചെയ്യുകയാണെങ്കിൽ ആ ശല്യം ഞങ്ങളിലേക്ക് വരാതെ, ഞങ്ങളുടെ സമുദായത്തിലേക്ക് വരാതെ മറ്റു ഭാഗത്തേക്ക് തിരിച്ചുവിടണമേ. ഇതായിരുന്നടാ ഹജ്ജാദ്. ആ ഹജ്ജാദ് ചെല്ലിയ നാട്ടിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതായിരുന്നു മുഅ്മിനീങ്ങൾ ചെല്ലുന്നത്. അതൊക്കെ ഒഴിവാക്കി. പിന്നെ എന്ത് ബാക്കിയായി? കലാപങ്ങളുണ്ടായി. ഇവിടെ നാദാപുരമാണെങ്കിലും മറ്റു നാടുകളൊക്കെ ആണെങ്കിലും ഈ അടുത്ത കാലത്തല്ലേ ഈ കലാപങ്ങളൊക്കെ തുടങ്ങിയത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഏതും ഇവിടെ എവിടെയാണെങ്കിലും, മാറാടാണെങ്കിലും എവിടെയാണെങ്കിലും ഈ സൗഹാർദ്ദത്തിന് കാരണം എന്താ? എന്തെങ്കിലും ആരെങ്കിലും ഒരു സമുദായത്തെ ശല്യം ചെയ്യാൻ ഒരുങ്ങാണെങ്കിൽ ആ ശല്യം ആ സമുദായത്തിലേക്ക് എത്താതെ തിരിച്ചുവിടും. ആര്? അള്ളാഹു. അത് എല്ലാ രാത്രിയും മുസ്ലിമീങ്ങൾ ആപാലവൃദ്ധമെന്ന് അവരോട് ചോദിക്കും. കൂട്ടമായി പള്ളിയിൽ നിന്ന് ചോദിക്കും, വീട്ടിൽ കൂട്ടമായി ചോദിക്കും. മനസ്സിലായില്ലേ? യാ ഖവിയ്യു യാ മതീനു ഇക്ഫി ശർറൽ ളാലിമീൻ അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ. അല്ലാഹുവോട് പറയാടോ. ഇത് അല്ലാഹുവോട് പറയാ. നീ എത്ര വലിയ തൗഹീദ് വാദിയായിട്ട് നിനക്ക് എങ്ങനെ ഇത് വേണ്ടാതെ? അത് അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുഅ്മിനീൻ. ഇത്തരം ബാലിശവും നിരർത്ഥകവുമായ സംഘടനകളെ നിലനിർത്താൻ വേണ്ടിയുള്ള കോപ്രായങ്ങളിൽ നിന്ന് സംഘടനകൾ പിൻവാങ്ങണമെന്നാണ് വളരെ താഴ്മയിൽ എനിക്ക് പറയാനുള്ളത്. സംഘടനകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് കോപ്രായം കാട്ടിയിട്ട് നന്മ നശിപ്പിച്ചത്. എന്നിട്ട് ഈ അടുത്ത കാലത്ത് നമ്മൾ ചെയ്തതാ. സംഘടനകൾ നിലനിർത്താൻ വേണ്ടി പലരും കോപ്രായം കാണിച്ചു. ആ കോപ്രായത്തിന്റെ ഭാഗത്തുമായി നന്മയൊക്കെ നശിപ്പിച്ചത്. ഇതുണ്ടായത്. അസ്ലഹല്ലാഹു. ഇനി അടുത്ത 2 വാക്കുണ്ടെന്നത്. ഇനി അടുത്ത 2-3 വാക്കുണ്ട്. അതില് തൗബണ്ട്, പിന്നെ തത്വഹീറുൽ ഖൽബുണ്ട്, ഇസാലത്തുൽ ഹമ്മുണ്ട്, മാനസക്ലേശം, മാനസിക രോഗം, ടെൻഷൻ എടുത്ത് കളയാനുള്ളതാണ്. ഇനിയുള്ള 3 ദിക്ർ. മനസ്സിലായോ? ടെൻഷൻ ഒഴിവാക്കി കളയാം. ഇന്നിപ്പോ എല്ലാവരുടെ കയ്യിലുള്ള സാധനമാണ് എന്ത്? ടെൻഷൻ. ഒക്കെ ടെൻഷൻ, എല്ലാം ടെൻഷൻ. മക്കളെ കെട്ടിച്ചിട്ടില്ലെങ്കിൽ ടെൻഷൻ, കെട്ടിക്കാൻ നിശ്ചയിച്ച ടെൻഷൻ, കെട്ടിച്ചു കഴിഞ്ഞാല് അതിനും വലിയ ടെൻഷൻ. കാരണം ഇതുവരെ ഒരു പെണ്ണെ നോക്കിയാൽ മതിയായിരുന്നു, ഇനിയൊരു ഹംക്കിനെയും കൂടി നോക്കണം. അങ്ങനെയാണ് ലോകം. അങ്ങനെ നമ്മൾ ഏറ്റെടുത്തു. പിന്നെ ഇതുവരെ ഒന്നും ചെയ്ത് കൊടുത്താൽ മതി, ഇന്നൊരു 2 കൊടുക്കണം. അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ 80,000 റുപ്യ മരുമകൻ ചോദിച്ചു, 25,000 കൊണ്ട് ഇയാൾ വന്നപ്പോഴത്തേനാണ് പറഞ്ഞത്, മോനെ പൈസ വേണ്ടത്ര കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞോടുകൂടെ തിരിച്ച് നിങ്ങളെ മകളെ 3 ലക്ഷം ഞാൻ ജെല്ല് ചെയ്യും. ഇതാണ് ഇന്നത്തെ പുതിയ സൊസൈറ്റിയുടെ നിലപാടാണ്. എന്തുകൊണ്ട് ഇതൊക്കെ ഈ പുതുനിരക്കാർ ചെയ്യാൻ കാരണം വലിയവർ ചെയ്യേണ്ട കുറെ കുരുത്തങ്ങളുണ്ട്. അത് അവരെ കയ്യിലുമില്ല. അമ്മോശാക്കാന്റെ കയ്യിൽ ഒരുപാട് നന്മ ഉണ്ടാവണം. എന്നാൽ ആ ഒരു ഇജ്ലാല് മഹാബത്ത് അള്ളാഹു തആല അമ്മോശാക്കാക്കോട് കൊടുക്കും. അപ്പോൾ പിന്നെ ആ അമ്മോശാക്കാനെ മുഖത്ത് നോക്കി ഇത് വേണ്ടാത്തവരെ പറയാൻ ആർക്ക് കഴിയില്ല? വരുമോന് കഴിയില്ല. പ്രവാസ ലോകത്ത് സത്യത്തിന്റെ സന്ദേശവുമായി ഗൾഫ് സത്യധാര മാസിക ഇപ്പോൾ ഗൾഫ് നാടുകളിലും. കുടുംബങ്ങളിൽ ഇസ്ലാമിന്റെ നേർവായനയുടെ വെളിച്ചം വീശാൻ, സത്യത്തിന്റെ സർഗാത്മക വായന സമ്മാനിക്കുവാൻ ഒരു ഉത്തമ പ്രസിദ്ധീകരണം ഗൾഫ് സത്യധാര. വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേകം പങ്ക്തികൾ. കൂടുതൽ വിവരങ്ങൾക്കും വരിക്കാരാവുന്നതിനും വിളിക്കൂ 0097155301058. ഗൾഫ് സത്യധാര മാസിക ഇപ്പോൾ എല്ലാ ഗൾഫ് നാടുകളിലും ലഭ്യതകളുണ്ട്. അത് അവരെ കയ്യിലുമില്ല. അമ്മോശാക്കാന്റെ കയ്യിൽ ഒരുപാട് നന്മ ഉണ്ടാവണം. എന്നാൽ ആ ഒരു ഇജ്ലാല് മഹാബത്ത് അള്ളാഹു തആല അമ്മോശാക്കാക്കോട് കൊടുക്കും. അപ്പോൾ പിന്നെ ആ അമ്മോശാക്കാനെ മുഖത്ത് നോക്കി ഇത് വേണ്ടാത്തവരെ പറയാൻ ആർക്ക് കഴിയില്ല? വരുമോന് കഴിയില്ല. അത് ബാപ്പാനേക്കാൾ ബഹുമാനം ഉണ്ടാവും, ബാപ്പയെയും ബഹുമാനം ഉണ്ടാവും. ആ ദിക്ർ നോക്കി. ഇനി മുണ്ട് ദിക്ർ ടെൻഷൻ ഒഴിവാക്കി കളയുന്നു. യാ ഫാരിജൽ ഹമ്മി യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലതീഫു യാ ഖബീർ. ആ ദിക്ർ ചൊല്ലിയാണ് വെള്ളത്തിന്റെ മുകളിൽ നടന്നത് അലാ ഇബ്നുൽ ഹദ്റമി. ഈ ദിക്റില്ല ഇന്നലെ ഞങ്ങളോട് പറഞ്ഞില്ലേ? വെള്ളത്തിന്റെ മുകളിൽ അലാ ഇബ്നു ഹദ്റമി ബഹ്റൈനിലേക്ക് പോയപ്പോൾ വെള്ളത്തിന്റെ മുകളിൽ നടന്നു അലാ ഇബ്നു ഹദ്റമി ദിക്ർ ചൊല്ലിയപ്പോൾ ചെങ്കടൽ കടന്നു. ഈ ദിക്ർ ചൊല്ലിട്ട് കപ്പലില്ലാതെ നിമിഷം കൊണ്ട് ഈ ദിക്ർ ചൊല്ലി. യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലതീഫു യാ ഖബീർ. ഒക്കെ അല്ലാഹുവിന്റെ പേരാ. ഒക്കെ അല്ലാഹുവിന്റെ പേരാ. യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലതീഫു യാ ഖബീർ. ഒക്കെ അല്ലാഹുവിന്റെ പേരാ. അല്ലാത്ത ഒരാളോട് ഒരു വാക്കുതിൽ പറയുന്നില്ല. പിന്നെ
ഇതെങ്ങനെ വെട്ടിപ്പോയി എന്ന് എനിക്ക് മനസ്സിലാവില്ല. അല്ലാത്ത ഒരാളോട് ഒരു വാക്കത്തിൽ പറയുന്നേ മുഹമ്മദ് നബിയോട് കൂടെ പോലും പറയണില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ചില ദിക്റുകളൊക്കെ ഉണ്ട്, പക്ഷെ ഇത് അതുമില്ല. അല്ലാത്ത ഒരാളോട് ഇതിലൊന്നും പറയുന്നേ ഇല്ല. യാ അലിയു യാ കബീറു യാ സമീഉ യാ ബസീറു യാ ലതീഫു യാ ഖബീർ. റസൂലുള്ളാഹിനോട് പറയുന്ന ദിക്ർ മോശമല്ല. ആ ദിക്റിന് അതിന്റേതായ സ്ഥാനമുണ്ട്. അങ്ങനത്തെ ദിക്ർ വേറെയും ഉണ്ട്. റസൂലുള്ളാഹിനോട് നേരിട്ട് പറയുന്ന ദിക്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ മുഅ്മിനീങ്ങൾക്കറിയാം. അതൊക്കെ ഇൽമിൽപ്പെട്ടത് തന്നെയാണ്. അത് ഇൽമിൽപ്പെട്ടതാണ്. അത് വിവരമില്ലാത്തവർ വിവരമുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാവും. റസൂലുള്ളാഹിനോട് നേരിട്ട് പറയുന്ന ദിക്റുകളും ഉണ്ട്. പക്ഷെ ഈ ദിക്ർ അതിനും അതിന്റെ മഹത്വമുണ്ട്. ഞാൻ നിസ്സാരാക്കി പറഞ്ഞാൽ അതിന് അതിന്റെ മഹത്വമുണ്ട്. പക്ഷെ ഇത് ഒരു നിരക്കും തടയാൻ ഇനിയും ഏത് ഉൽപ്പതിഷ്ണോ വിഭാഗങ്ങൾക്കും അംഗീകരിക്കപ്പെടാവുന്നതായിരുന്നല്ലോ ഇത്. പിന്നെ സിനിമ കാണാൻ നേരം ഒഴുകും എന്നതുകൊണ്ടല്ല എങ്കിൽ ഇതൊരിക്കലും തടഞ്ഞു പോകാനൊരു ഒപ്പ് ഞാൻ കണ്ടില്ല. ഇതൊരിക്കലും തടഞ്ഞു പോകേണ്ടതായിരുന്നില്ല. പിന്നെ എന്ത് സിനിമ വന്നപ്പോൾ തടഞ്ഞു പോയതായിരിക്കും. ഫാനായിട്ട് സമൂഹത്തിന് പോയതാണിത്. അല്ലാതെ തടയാനൊരു നിർവാഹമില്ല. യാ അലിയു യാ കബീറു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലതീഫു യാ ഖബീർ. ഈ ദിക്ർ ചൊല്ലിയിട്ട് വെള്ളത്തിന്റെ മുകളിൽ നടന്നു അലാ ബിൻ ഹദറമീ റളിയല്ലാഹു അൻഹു. അടുത്തത് ദിക്ർ അത് ടെൻഷന്, മാനസിക രോഗം, വസ്വാസ്, ടെൻഷന് ഇതൊക്കെ നീക്കി കളയുന്ന യാ ഫാരിജൽ ഹമ്മി മനക്ലേശത്തെ നീക്കുന്നവനെ, യാ കാശിഫൽ ഗമ്മി ഹൃദയത്തിന്റെ മേൽ മൂടിയ മേഘത്തെ തുറന്നു തരുന്നവനെ. അതാണ് പറയുന്നത്. എല്ലാം തരുന്നവനെ. ആര്? ഭയങ്കര ടെൻഷനുണ്ട്. മനസ്സിനാകെ മേഘക്കാർ മൂടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ മേഘക്കാർ. ദുനിയാവിലെ മേഘക്കാരനേക്കാൾ ഒരു സ്വന്തം മനസ്സിന് മേഘക്കാർ. അത് നീക്കി തരുന്നവനെ. യാ ഫാരിജൽ ഹമ്മി യാ കാശിഫൽ ഗമ്മി യാ മൻ ലിഅബ്ദിഹി യഗ്ഫിർ വയർഹം. സുബ്ഹാനല്ലാഹ്. യാ ഫാരിജൽ ഹമ്മി ടെൻഷൻ ഇല്ലാതാക്കുന്നവനെ, യാ കാശിഫൽ ഗമ്മി ടെൻഷൻ ഒഴിവാക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെല്ലടോ. എല്ലാ ദിവസവും ഒരു ഹജ്ജാദം ചെല്ലുന്നത് ടെൻഷൻ ഉണ്ടാവില്ല. ആഖിർ സമാനിൽ മനുഷ്യന് ഹമ്മ അധികരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഹമ്മനായിരിക്കും എല്ലാവർക്കും ഒരുതരം ഹമ്മ എല്ലാവരും ബാധിക്കും. ഇത്തരം ഹമ്മ ബാധിക്കും. എല്ലാത്തിനും ഹമ്മയിരിക്കും. ഓക്കെ ഹമ്മ ഹുമൂമുദ്ദുനിയ ദുനിയാവിന്റെ ഹമ്മകൾ ഉണ്ടായിരിക്കും. അത് റസൂലുള്ളാഹി ദുആ ചെയ്തിട്ടുണ്ട്. റബ്ബേ ഹമ്മ കൂടരുതേ. അങ്ങനെ ദുആ ചെയ്തു അല്ലാഹുവിന്റെ ഹബീബ്. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബർ ഹമ്മിനാ. റസൂലുള്ളാഹിന്റെ ദുആയാണ്. പടച്ചവനെ ഹമ്മ കൂടരുത് റബ്ബേ. ആ ഹമ്മ കൂടാതിരിക്കാൻ വേണ്ടിയുള്ള ദുആയാണത്. യാ ഫാരിജൽ ഹമ്മി ടെൻഷനെ ഒഴിവാക്കി തരുന്നവനെ, വയാ കാശിഫൽ ഗമ്മി മനസ്സിന്റെ മുകളിൽ മൂടിയ മേഘത്തെ നീക്കിക്കളയുന്നവനെ, യാ മൻ ലിഅബ്ദിഹി യഗ്ഫിർ വയർഹം അബ്ദിനോട് കരുണ കാണിക്കുകയും പുറത്തു തരികയും ചെയ്യുന്നവനെ. അതൊക്കെ നീ ചെയ്തുകൊണ്ടാണ് അർത്ഥം. അത് പറഞ്ഞാൽ തന്നെ മതി. ദിക്ർ ഞങ്ങളോട് പറഞ്ഞ ദിക്റിന് ദ്വാന്റെ ആവശ്യമില്ല. ദിക്ർ തന്നെ മതിയാവും. യാ ഫാരിജൽ ഒന്നും പറയുന്നില്ല. അത് പറഞ്ഞാൽ തന്നെ മതി. യാ ഫാരിജൽ ഹമ്മി അത് വയാ കാശിഫൽ ഗമ്മി യാ മൻ ലിഅബ്ദിഹി യഗ്ഫിർ യാ മൻ ഒരുത്തവനെ ലിഅബ്ദിഹി തന്റെ അടിമക്ക് യഗ്ഫിർ പൊറുക്കുകയും വയർഹം കരുണ കാണിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവനെ. ഒക്കെ അവനോട് പറയാം. യാ ഫാരിജൽ ഹമ്മി യാ മൻ ലിഅബ്ദിഹി യഗ്ഫിർ വയർഹം. ഒന്ന് മൂന്ന് വട്ടം ഉറക്കെ. യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മി യാ മൻ ലിഅബ്ദിഹി യഗ്ഫിർ വയർഹം യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മി യാ മൻ ലിഅബ്ദിഹി യഗ്ഫിർ വയർഹം യാ ഫാരിജൽ ഹമ്മി. ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അത് നിത്യമായി ചെല്ലുന്നവർക്ക് ടെൻഷൻ ഉണ്ടാവുകയില്ല. അല്ലാഹു തആല മനസ്സ് തുറക്കാനുള്ള വഴി അല്ലാഹു തആല ഉണ്ടാക്കി തരും. പേടിക്കണ്ട. എന്ത് പേടി? ഒന്നും പേടി വേണ്ട. ഇതൊക്കെ നിത്യമായി ചെല്ലിയ പേടി വേണ്ട. ഇനി അടുത്തത് തൗബ. അത് ടോപ്പ് തൗബ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. എല്ലാ ചരാചരങ്ങളുടെയും രക്ഷിതാവ് എല്ലാ ദോഷത്തിനോടും നിന്നോട് പൊറുക്കലിനെ തേടുന്നു. അതിനർത്ഥം അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ ബരിയത്ത് ബറായ എല്ലാ ചരാചരങ്ങളുടെയും ആകാശഭൂമി അടക്കമുള്ള എല്ലാ വസ്തുക്കളുടെയും ചരാചരങ്ങളുടെയും എന്തിന്റെയും രക്ഷിതാവേ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. അസ്തഗ്ഫിറുല്ലാഹ ഞാൻ അല്ലാഹുവേ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. റബ്ബൽ ബറായ സകല ചരാചരങ്ങളുടെയും രക്ഷിതാവേ
വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായാ. സർവചരാചരങ്ങളെ തൊട്ടും സർവചരാചരങ്ങളുടെയും രക്ഷിതാവേ, സർവദോഷങ്ങളെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, നിന്നോട് പൊറുക്കലിനെ തേടുന്നു. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായാ. എല്ലാ ദോഷങ്ങളെ തൊട്ടും കാവൽ. ഇനി അസാസ ഫലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകാശഭൂമികൾ ഒന്നടങ്കം ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറുതട്ടിലും വെച്ചാൽ ലസഖുലത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കനമുണ്ടാകൂ, അതിനെ നേട്ടമുണ്ടാകൂ എന്ന് ഖാല റസൂലുള്ളാഹി. ബാക്കിയുള്ള ദുആയാണ് ഞാൻ വിശദീകരിക്കുന്നത്. മുസ്തഫ നബിയുടെ ഔസാഫ് പറഞ്ഞത് ദുആയാണ്, പിന്നെ മഹാന്മാരെ പറ്റിയുള്ള ദുആയാണ്. അത് ചെല്ലാനും ചെയ്തില്ലെങ്കിൽ നിനക്ക് അത് ചെല്ലാൻ കൂലി കിട്ടും. മുൻഗാമികൾ സാലിഹരൊക്കെ ഭയങ്കര മഹാന്മാരാണ്. അവരോട് പറയുവല്ല, പക്ഷേ ഞാനിപ്പോ ചെല്ലിയ ഒരു കൂലി എന്റെ മുൻഗാമികളായ ഇതൊക്കെ ഒരുമിച്ച് കൂട്ടിയ മഹാന്മാർക്കും ഇത് ലോകത്ത് പ്രചരിപ്പിച്ചവർക്കും അതൊക്കെ പ്രചരിപ്പിച്ചവരാ, അവർക്ക് എത്തിച്ചു കൊടുക്കണേ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ എന്തുണ്ടാവും? അവരെ കൂട്ടത്തിൽ നമ്മുടെ അമലും അള്ളാഹു തആല സ്വീകരിച്ചു. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാ മശായിഖന്മാരെയും മുസ്തഫ നബി മുതലുള്ള മശായിഖന്മാരെ മുഴുവനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ പറഞ്ഞത്. അവർക്ക് ഇതിന് കൂലിയും കൊടുക്കണം. റബ്ബേ, എനിക്കല്ല, എനിക്ക് മാത്രം പോരാ, എന്റെ മുൻഗാമികൾക്കും കൊടുക്കണമേ. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അവർക്കും കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്കും വല്ലതും പറയണം, അവരെ ദോഷത്തിനെ പറ്റി പറയണം, അവർക്ക് ദോഷത്തെ നീ പൊറുക്കലിനെ തേടണം എന്ന് ഖുർആൻ പഠിപ്പിച്ച സൂറത്തുൽ അശ്ർ 10-ാമത്തെ ആയത്ത്. ഇതിനപ്പുറം ഹദ്ദാദിൽ യാതൊന്നുമില്ല. എന്താണ് ഹദ്ദാദ്? ഇത് നിത്യവാക്യ നാടുകളിൽ അപായങ്ങളെ തൊട്ട് രക്ഷപ്പെട്ടിരുന്നു. തീക്കാറ്റ് പടർന്നു പിടിച്ചപ്പോൾ, തീക്കാറ്റുണ്ടായപ്പോൾ ഹദ്ദാദ് ചെല്ലിയതായി, ഹദ്ദാദ് കൂട്ടം തീക്കാറ്റ് അവസാനിച്ചതായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭരണാധികാരികൾ സാധാരണക്കാരുടെ മേൽ വാലിമീങ്ങളായ കാലഘട്ടങ്ങളിൽ യമനിൽ ഭരണാധികാരികൾ സാധാരണക്കാരുടെ മേൽ ലുത്തുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടം കൂടി ഹദ്ദാദിന്റെ വലിയ വലിയ സദസ്സുകൾ ഉണ്ടാക്കിയിരുന്നു. അത് കേരളത്തിൽ പ്രചരിപ്പിച്ചത് കേരളത്തിന്റെ വിജ്ഞാനത്തിന്റെ പിതാവായ സൈനുദ്ദീൻ മഖ്ദൂമുൽ മഅബരി ബഹുമാനപ്പെട്ടവരാണ്. കേരളത്തിൽ ഇത് പ്രചരിപ്പിച്ചിട്ടുള്ളത് ഈ ഹദ്ദാദ് കേരളത്തിലാണ്. വിജ്ഞാനത്തിന്റെ കേന്ദ്രം ബഹുമാനപ്പെട്ടവരാണ്. അവർ വഴിയാണ് നമുക്ക് വിജ്ഞാനങ്ങൾ അധികരിച്ചിട്ടുള്ളത്. അവരാണ് വിജ്ഞാനത്തിന്റെ കേന്ദ്രം. ഞാൻ നീട്ടുന്നില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുത്തഖീങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിലാകണം. അള്ളാന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുകയും അള്ളാഹുവിനെപ്പോട് പറയുന്ന ദിക്റൗറാദുകൾ നിലനിർത്തുകയും ചെയ്യണം. എല്ലാ വീടുകളിലും ഹദ്ദാദ് ചെല്ലണം. എല്ലാ പള്ളികളിലും ഹദ്ദാദ് ദായിമാക്കാൻ കൽപ്പന കൊടുക്കണം. അതിനുവേണ്ടി കമ്മിറ്റിക്കാർ ഹാജരാകണം. എല്ലാ നാട്ടിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആ കമ്മിറ്റി എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊന്ന് അവിടെ വന്നിരുന്ന് പറഞ്ഞാ പോലെ കമ്മിറ്റിക്കാരടക്കമുള്ളവരൊന്ന് കൂടിയിട്ട് ഒന്നിരുന്നിട്ട് യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഹമ്മി യാ മല്ലി അബ്ദിഹി യഗ്ഫിർ വയർഹം അത് പറഞ്ഞാൽ മതിയല്ലോ. അതേപോലെ തന്നെ യാ ഖവിയു യാ മതീനു ഇക്ഫി ശർറൽ ളാലിമീൻ. പ്രശ്നവരെ ഒരു ഉപദ്രവവും ഞങ്ങളുടെ സമുദായത്തിലും നാട്ടിലും വരരുത്. ഇതാണ് പറഞ്ഞതിന്റെ മാന. ഞങ്ങളുടെ നാട്ടിലോ ഞങ്ങളുടെ സമുദായത്തിനൊരു ഉപദ്രവം വരരുത്. ഇത് നിത്യമാക്കൽ, ഇത് പള്ളി കമ്മിറ്റി കർശനമാക്കണം. അള്ളാനോട് പറയേണ്ട വിഷയമല്ലാത്ത വല്ലതിന് കണ്ടോ നിങ്ങൾ? ഇത് നിത്യമായി ചെയ്യുന്ന ഒരു മനുഷ്യന് എന്ത് ആപത്തുണ്ടാവുക? ഹദ്ദാദ് ദായിമാക്കുന്നവർക്ക് വിഷമിറങ്ങും. രാത്രി വിഷം കടിച്ചാൽ അവർക്ക് പെട്ടെന്ന് വിഷമിറങ്ങുന്ന ഹദ്ദാദിന്റെ ഫളായിൽ പറയുന്നുണ്ട്. ഹദ്ദാദ് ദായി ഒഴിവാക്കരുതേ. കേരളത്തിലെ എല്ലാ മുത്തഖീങ്ങളായ സൂഫികളും ഹദ്ദാദ് ചെല്ലുന്നവരും ചെല്ലിക്കുന്നവരുമാണ്. അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ കണ്ടപ്പോഴൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹദ്ദാദിന്റെ കാര്യം ശ്രദ്ധിക്കണേ, ഹദ്ദാദിന്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കണേ, ഹദ്ദാദ് പ്രധാനപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട തൃപ്പച്ചി മുഹമ്മദ് മുസ്ലിയാർ, കേരളം കണ്ട മുത്തഖീങ്ങൾ, സാലിഹീങ്ങൾ, സൂഫികൾ, ഇതൊക്കെ ഇവരൊക്കെ ഹദ്ദാദോട് കൽപ്പിക്കുന്നവരാണ്. അത് ഒഴിവാക്കരുത്. ഒരു രാത്രി ഒരു വീട്ടിലൊരു നാട്ടിനെ ഹദ്ദാദ് ഒഴിവാക്കരുത്. എന്ത് പ്രശ്നം പറഞ്ഞാലും പറയും ഹദ്ദാദ് ദായിമാക്കണം, ഹദ്ദാദ് ഒഴിവാക്കരുത്. ഹദ്ദാദ് വീടുകളിൽ ദായിമായാൽ അള്ളാഹിനോടുള്ള അദ്കാറുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹിനോട് പറയാ. ആ അദ്കാറുകളുമാണ്. പിന്നെ ഒരു ആപത്തോടെ ഉണ്ടാവില്ല, വീട്ടിലുണ്ടാവില്ല. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും പ്രധാനമായി ശ്രദ്ധിക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും ഒക്കെ അപേക്ഷിച്ചുകൊണ്ട് ഇനി ഈ രംഗത്ത് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവരടക്കം ഈ കാസറ്റ് കേൾക്കും. വീടുകളിൽ നിന്റെ അറബിയും നീയും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുക, ഹലാലായ സമ്പത്തുണ്ടാവുക, കുടുംബത്തെ അള്ളാഹു തആല ഇവിടെ സംരക്ഷിക്കുക. ഇതിനൊക്കെ അവിടെ നീയും ഇവിടെ നിന്റെ ഭാര്യയും ഹദ്ദാദ് ചെയ്യുന്നത് സഹായിക്കും. വളരെ നല്ല കാര്യമാണ് ഇതൊക്കെ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് എന്റെ നഫ്സിനോട്, ഗൾഫുകാരോട്, കച്ചവടക്കാരോട്, എന്ത് കച്ചവടാണെങ്കിലും വേണ്ടില്ല,
ആ കച്ചവടത്തിൽ ഇരുന്നോളൂ രാത്രി ഹദ്ദാദ് ചെല്ല എന്താണെങ്കിലും അതൊരാൾ ഒഴിവാക്കാതെ നിത്യജീവിതത്തിൽ പുലർത്തണമെന്നും ഈ സാധുവിന് വേണ്ടിയും ആ കൂട്ടത്തിൽ ദ്വാ ചെയ്യണം മറക്കരുത് എന്നും നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഭൂമിയുടെ മുകളിൽ നടന്ന ഏറ്റവും മഹത്തായ യുദ്ധം ബദറാണ്. ഭൂമിയുടെ മുകളിൽ നടന്നിട്ടുള്ള ഏറ്റവും മഹത്തായ യുദ്ധം ബദറാകുന്നു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബദറാണ്. ഭൂമിയുടെ മുകളിൽ ഷഹീദായവരിൽ അഫ്ളൽ ശുഹദാഇ ഫൗഖൽ അർളി, ഭൂമിക്ക് മുകളിൽ ശുഹദാക്കളായതിൽ ഏറ്റവും മഹാന്മാർ ബദറിൽ ശുഹദാക്കളായവരാണ്. 2, 3 ബദറിൽ പങ്കെടുത്ത് ഷഹീദായ ആവാത്ത ആളുകളുണ്ടല്ലോ, അവരോട് എന്ത് ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചു. നിങ്ങൾ തെറ്റിച്ചാൽ ഞങ്ങൾ നരകത്തിലിടൂല. നേരത്തെ തന്നെ കൊടുത്തു. ഹദീസ് ബുഖാരിയിലുണ്ട്. നിങ്ങൾ തെറ്റിച്ചാൽ ഞങ്ങൾ നരകത്തിലിടൂല. കാരണം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബദറിൽ പങ്കെടുത്തു. മതി. ഇനി നിങ്ങൾ തെറ്റിച്ചാൽ ഞങ്ങൾ നരകത്തിലിടൂല. അള്ളാഹു തആല നേരത്തെ തന്നെയാണ് സമ്മതം കൊടുത്തു. തെറ്റ് ചെയ്യാനാണ്. അവർ തെറ്റ് ചെയ്യൂല. എന്നാൽ നേരത്തെ അള്ളാഹു സമ്മതം കൊടുത്ത കൂട്ടരാണ്. നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല. ഒരിക്കൽ ഈ കൂട്ടത്തിൽ ഒരാൾ ചാരപ്പണി എടുത്തു. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇപ്പോഴും മദീന പള്ളിയിലെ റൗദയിൽ ഒരു തൂണുണ്ട്. അദ്ദേഹം സ്വയം തൂണിൽ പരിഞ്ഞ് കിട്ടി. പിന്നെ മദീന പള്ളിയിലെ ഒരു തൂണിന്റെ പേര് ഉസ്തുവാനത്തു അബീ ലുബാബ എന്നാണ്. അള്ളാഹു അവിടെ പോയി കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അദ്ദേഹം റസൂലുള്ളാഹി അറിയാതെ മക്കയ്ക്ക് എഴുത്തുകൊടുത്തയച്ചു. വളരെ മോശം ചാരപ്പണിയാണ്. ചാരപ്പണിക്ക് ഏത് ജനതയും കൊല്ലുക ചെയ്യേണ്ടത്. വാളെടുത്തു സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. വാളെടുത്തു അബൂ ലുബാബയെ നേർക്ക് വാളെടുത്തു. ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി പറഞ്ഞു ലാ തർഫഅ ഉമറേ വാളെടുക്കല്ലേ, ഫഇന്നഹു മിൻ അഹ്ലി ബദരിൻ, അദ്ദേഹം ബദറിൽ പങ്കെടുത്തവനാണ് എന്ന് പറഞ്ഞു. ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദരിൻ, ബദരീങ്ങളുടെ മേൽ അള്ളാഹു പ്രത്യേക ദർശനം കൊടുത്തു. എന്നോട് പറഞ്ഞു ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾക്ക് തോന്നിയത് ചെയ്തോളൂ, ഞാൻ ശിക്ഷിക്കൂല. തോന്നിയതോളൂ, ഞാൻ ശിക്ഷിക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാനും അനുവാദം കൊടുത്ത കൂട്ടരാണ് ആര്? ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. അവരെന്തും ചെയ്തിട്ടില്ല, അവർ തെറ്റ് ചെയ്തിട്ടില്ല, മനസ്സിലായി. എന്നാൽ പോലും അങ്ങനെ ഒരു കൂട്ടരെ അള്ളാഹു സമ്മതം കൊടുക്കണമെങ്കിൽ ആരായിരിക്കും അവര്? സഹീഹുൽ ബുഖാരി ഖാല റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു. ഇമാം ബുഖാരി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ബദരീങ്ങൾ വളരെ പ്രത്യേകത. ബദരീങ്ങൾ തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് അലാ താഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അവർക്ക് കൂടി നമുക്ക് എല്ലാവർക്കും ഒരു ഫാത്തിഹ, ഒരു ദുആ ചെയ്തൂടെ? അല്ലാഹുവേ പറഞ്ഞു കേട്ടും സാലിഹായ അമലാക്കണമേ റബ്ബേ, ഇൽമ നാഫിയാക്കണമേ തമ്പുരാനെ, നമുക്ക് സ്വർഗ്ഗം വിരിക്കണമേ റബ്ബേ, നരകത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ.